വിൽ സ്റ്റാർട്ട് വിത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അശോകിൻ്റെ അടുത്ത് ഈ ഒരു ക്രൗഡിന് വേണ്ടി ഈ ഒരു നമ്മുടെ ഒരു തീം ഉണ്ടല്ലോ, അതായത് സ്റ്റാർട്ടപ്പ് സ്കെയിലപ്പ് VC, ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഒരു 5 minutes എന്താണ് ഐഡിയ, അവിടെ നിന്ന് എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യും, ആ ഒരു ലൈഫ് സൈക്കിൾ ഓഫ് എ സ്റ്റാർട്ടപ്പ്. താങ്ക് യു അക്ഷയ്. നമസ്കാരം. ഇപ്പം അക്ഷയ് ചോദിച്ചതുപോലെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഒരാശയമുണ്ട്. ആ ആശയം ഒരു സ്റ്റാർട്ടപ്പ് ആക്കുന്നത് എങ്ങനെയാണ്? ആ ആശയം സ്റ്റാർട്ടപ്പ് ആക്കിയതിന് ശേഷം പല സ്റ്റേജുകളുണ്ട് ഒരു സ്റ്റാർട്ടപ്പിന്. ആ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് വരും. ആ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഗോ ടു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വരും. ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അത് വിജയകരമാകുമോ എന്നുള്ള കുറേയേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പം ആ ഒരു ആക്ടിവിറ്റിയിൽ എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് സ്റ്റാർട്ടപ്പുകൾ നോക്കേണ്ടത് എന്നൊക്കെയുള്ള കുറേയേറെ ആക്ടിവിറ്റീസ് ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു സ്റ്റാർട്ടപ്പ് ആശയം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ ഹി ഷുഡ് ഹാവ് ഗുഡ് കോൺഫിഡൻസ്. എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ട്, എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ ഇറ്റ് ഷുഡ് ഓൾസോ ഹാവ് ലോട്ട് ഓഫ് ക്ലാരിറ്റി ഇൻ ദാറ്റ്. ആ കോൺഫിഡൻസ് ആ ഒരു ക്ലാരിറ്റിയിൽ നിലയുറപ്പിച്ചതായിരിക്കണം. അതായത് എനിക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയക്ക് എത്രത്തോളം നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റുമോ അത്രത്തോളം ആയിരിക്കും നിങ്ങളുടെ സക്സസ് ഓൺ ദാറ്റ് സ്റ്റാർട്ടപ്പ്. അപ്പം ക്ലാരിറ്റി എഗെയിൻ ഈ പറയുന്ന ഒരു നെറ്റ്വർക്കിംഗ് ആക്ടിവിറ്റീസ് വരും. ആ ക്ലാരിറ്റി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാൾക്കൊരു ആശയമുണ്ട്, ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാർക്ക്. ലൈക്ക് എൻ്റെ ആശയം ആരെങ്കിലും കൊണ്ടുപോകുമോ, ആ ആശയം വേറെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ബേസിക് പേടി വരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആശയം നിങ്ങൾ കൂടുതൽ ആൾക്കാരുമായിട്ട്, കൺസേൺഡ് ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ എക്സ്പേർട്സുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തിൽ ക്ലാരിറ്റി കൂടത്തുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പേർട്ട് അഡ്വൈസ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഗ്രോത്തിൽ ഓരോ പാതയിലും അത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നെ ഒരു ആശയമായിട്ട് ഒരാൾ മുമ്പോട്ട് വരുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗോൾഡൻ സർക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന വൈ, ഹൗ ആൻഡ് വാട്ട്. നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന എന്താണ് ആ പറയുന്ന പർട്ടിക്കുലർ വൈ, എന്തിന് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ അതിന് കുറേയേറെ ക്ലാരിറ്റി വരുത്താനായിട്ടുണ്ട്. ആൻഡ് ഹൗ, എങ്ങനെ ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, എൻ്റെ ആശയം ഞാൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ആൻഡ് വാട്ട്, അതിൽ നിന്ന് എന്താണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, അതായത് പ്രൈമറിലി ഔട്ട്പുട്ട് എന്താണ് അതിനകത്ത് വരുന്നത്. ഇതിന് നിങ്ങൾ ഈ 3 ഘടകങ്ങൾക്കും നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആരോടും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ ഗോ അഹെഡ് വിത്ത് യുവർ സ്റ്റാർട്ടപ്പ്. അപ്പം നമ്മുടെ സ്റ്റാർട്ടപ്പ് ഗ്രോത്തിൽ, ആ ഗ്രോത്ത് സൈക്കിളിൽ ഐഡിയേഷൻ സ്റ്റേജ് ഉണ്ട്, ഐഡിയ ടു പ്രോട്ടോടൈപ്പിംഗ് ഉണ്ട്. ആ പ്രോട്ടോടൈപ്പിൽ നിന്ന് എഗെയിൻ പൈലറ്റിങ്ങിലേക്ക് പോകുമ്പം കുറേയേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ബിസിനസ് സപ്പോർട്ട് സിസ്റ്റം വേണ്ടി വരും, ടെക്നിക്കൽ സപ്പോർട്ട് സിസ്റ്റം വേണ്ടി വരും, ഫിനാൻഷ്യൽ സപ്പോർട്ട് സിസ്റ്റം വേണ്ടി വരും. ഇപ്പം കേരള സർക്കാർ തന്നെ ഇപ്പം നമുക്ക് പറയുവാണെങ്കിൽ ഒരു 30 ലക്ഷം തൊട്ട് 50 ലക്ഷം രൂപ വരെ ഗ്രാൻഡ് മണി തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പല സ്റ്റാർട്ടപ്പ് സ്കീമുകൾ വഴി അല്ലെങ്കിൽ പല ഗവൺമെൻറ് ഗ്രാൻഡ്സ് വഴി, വിച്ച് വിൽ ഹെൽപ്പ് യു ടു raise your startup right from the ideation to the product development or scale up stage kind of thing. Yes. Okay. Again ഈ ഐഡിയാസ് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് മാത്രം നമ്മൾ എക്സ്പേർട്സുമായിട്ട് നിർത്തി ഇത് ചെയ്യാം, ആലോചിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു അശോക്. അപ്പോൾ ഈ ഒരു ഫുൾ ലൈഫ് സൈക്കിൾ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ. സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടു ബാലഗോപാൽ സർ. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ആ കമ്പനി അൾട്ടിമേറ്റ്ലി എക്സിറ്റ് എന്ന് പറയുന്ന ഒരു അക്വിസിഷനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ആവുകയാണ്. അപ്പോൾ ഇത് ഫുൾ ചെയ്തിട്ടുള്ള ശിലൻ സാറും ഉണ്ട്, ബാലഗോപാൽ സാറും ഉണ്ട്. ഫസ്റ്റ് ടൈം റീഡയറക്റ്റിംഗ് ടു ബാലഗോപാൽ സർ. കെൻ യു നമ്മുടെ ഈ ഒരു ക്രൗഡിന് ആ ഒരു ഫുൾ ലൈഫ് സൈക്കിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, ഫ്രം ഫൗണ്ടിങ് ടു എക്സിറ്റിംഗ് എ കമ്പനി? ഞാൻ എൻ്റെ വ്യവസായം തുടങ്ങുമ്പോൾ അന്ന് എനിക്ക് 30 വയസ്സായിരുന്നു. ഞാൻ അന്നൊരു IAS ഓഫീസറായിരുന്നു. 6 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് രാജിവെച്ച് ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തിരുവനന്തപുരത്ത് തുടങ്ങി.
അന്നൊരു 10-20 പേര് വെച്ചിട്ട് തുടങ്ങിയതാണ്. അത് പല ഭീഷണികളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വന്നു. അത് ഒരു 10 വർഷത്തെ കഠിനാധ്വാനവും ഒരുപാട് ഭാഗ്യവും എല്ലാത്തിൻ്റെയും ഫലമായിട്ട് അത് വിജയകരമായിട്ടുള്ള ഒരു ആഗോളതലത്തിലുള്ള ഒരു വിജയമായിട്ട് മാറി. ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യയിലെ ലാർജസ്റ്റ് മേക്കർ ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ബാഗ്സ് ആയിട്ട് മാറി. ഇപ്പോൾ ആ ഫാക്ടറി ലോകത്ത് വൺ ഓഫ് ദി ലാർജസ്റ്റ് മേക്കേഴ്സ് ഓഫ് ബ്ലഡ് ബാഗ് സിസ്റ്റംസ് ആണ്. ആ ഫാക്ടറിയിൽ 1400 നിങ്ങളുടെ കൂട്ടി ചെറുപ്പക്കാരികളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. മാനുഫാക്ചറിങ് യൂണിറ്റാണ്. എനിക്ക് ബീഹാറീസോ ജാർഖണ്ഡിൽ നിന്നുള്ളവരോ ബംഗാളീസിനോട് വിരോധമൊന്നുമില്ല. എന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ. പക്ഷെ ആ ഫാക്ടറിയിൽ ആ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആരും അവിടെ ജോലി ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആവശ്യമുള്ള സ്കിൽസും ഈ കഴിവുമുള്ള യുവാക്കളും യുവതികളും അവിടെ തന്നെ ലഭ്യമായതുകൊണ്ട് ആ ഫാക്ടറി വളരെ വിജയകരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 10 വർഷം മുമ്പ് ഒരു ജാപ്പനീസ് മൾട്ടിനാഷണലിന് വിറ്റു. അത് ആ വിൽക്കുന്നതിന് മുമ്പ്, അതിന് മുമ്പ് ഒരു 10 വർഷം മുമ്പ് ആ ജാപ്പനീസ് കമ്പനി വന്നൊരു നമ്മളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് എൻ്റെ കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡിംഗ് അവർക്ക് എടുക്കണമെന്ന് അവരെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അന്ന് ഞാൻ പോയി KSIDCയും പിന്നെ നാഷണൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇവരൊക്കെ ആയിരുന്നു ഓഹരി ഉടമകൾ എൻ്റെ കമ്പനിയിൽ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് അവരുടെ ഷെയർസ് ഈ ജാപ്പനീസ് കമ്പനിക്ക് വിറ്റു. എൻ്റെ അനുമതിയോടുകൂടി വിറ്റു. അപ്പം അങ്ങനെ ഈ ജാപ്പനീസ് കമ്പനിയും ഞാൻ മാത്രമായിരുന്നു ഒരു 10-15 വർഷം ഞങ്ങൾ നല്ലൊരു സക്സസ്ഫുൾ പാർട്ട്ണർഷിപ്പായിരുന്നു. ഇൻഫാക്ട് ഏതോ ഒരു ചടങ്ങിന് ഞങ്ങൾ അന്നത്തെ ജാപ്പനീസ് അംബാസിഡർ ടു ഇന്ത്യ അദ്ദേഹത്തിനെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും സക്സസ്ഫുൾ ഇൻഡോ ജാപ്പനീസ് വെഞ്ചർ ഞങ്ങളുടെ ജോയിൻറ്റ് വെഞ്ചർ ആയിരുന്നു. അത് എനിക്ക് വളരെ അതിശയം തോന്നി അത് കേട്ടപ്പം. ബിക്കോസ് ഈ ഭീമന്മാരായ ടൊയോട്ടയും അങ്ങനത്തെ ഉള്ള കമ്പനീസൊക്കെ ഉള്ളപ്പം ഏറ്റവും സക്സസ്ഫുൾ വെഞ്ചർ എന്ന് വിശേഷിപ്പിച്ചത് വളരെ അഭിമാനം തോന്നിപ്പിക്കുന്നൊരു കാര്യമായിരുന്നു. അപ്പം അന്ന് അവർ വന്ന് ഓഹരി ഒരു പങ്കാളിത്തത്തിലേക്ക് എൻ്റെ കൂടെ കൈകോർത്ത് ഞങ്ങൾ മുന്നോട്ട് പോയപ്പം ആ എഗ്രിമെൻറ്റിൽ, ഷെയർ ഹോൾഡർ എഗ്രിമെൻറ്റിൽ തന്നെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. എനിക്കോ അവർക്കോ എക്സിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുമ്പോൾ മറ്റവർക്ക് ഫസ്റ്റ് റിഫ്യൂസൽ കൊടുക്കണം. പിന്നെ ഷെയർ ആ സമയത്ത് വാല്യുവേഷൻ പ്രക്രിയ എങ്ങനെ ചെയ്യണം, ഒരു ബേസിക് ഫോർമുല മാത്രം. അതായത് ഇന്ന മെത്തേഡ് ഉപയോഗിക്കണമെന്നൊന്നും അല്ലായിരുന്നു. നമ്മൾ Big 4 ഏതെങ്കിലും ഒരു കമ്പനിയെ നിയമിച്ചുകൊണ്ട് അവർ വഴി ഇത് ചെയ്തിട്ട് അത് സ്വീകരിക്കണമെന്നല്ല, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നെഗോഷിയേഷൻസ് ആയിരിക്കണം. അപ്പോൾ അത് വളരെ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രക്രിയ ആയിരുന്നു. വളരെ ചുരുങ്ങിയ കാലയളവിൽ ഞങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത്. ഇപ്പം ലോകത്തെ ബിഗ്ഗസ്റ്റ്, അപ്പം എനിക്കതിന് വലിയ താല്പര്യം ഉണ്ടായത് വേറൊരു കാരണം കൊണ്ടായിരുന്നു. എൻ്റെ സ്വെറ്റ് ഇക്വിറ്റി മോണിറ്റൈസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ലായിരുന്നു. പക്ഷേ ഞാൻ ഉണ്ടാക്കിയെടുത്ത ചെറിയ ഒരു പ്രസ്ഥാനം അത് വളർന്നു വന്ന് ഈ സ്ഥാനത്ത് എത്തിയപ്പോഴത്തേക്ക് അതിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും എനിക്കൊരു ഉത്തരവാദിത്വ ബോധമുണ്ടായി. അവരുടെ ഭാവി ഇപ്പം സപ്പോസിങ് ഇപ്പം മൾട്ടിനാഷണൽസ് ഇങ്ങനെ ഉണ്ടാവാം, ദാറ്റ് വാങ്ങിച്ചിട്ട് കോമ്പറ്റീഷൻ ഇല്ലാതാക്കാനായിട്ട് ഒരു ചെറിയൊരു കോമ്പറ്റീറ്ററിനെ വാങ്ങിച്ചിട്ട് അടച്ചു പൂട്ടിക്കാറില്ല. അതും പലയിടത്തും നടന്നിട്ടുണ്ട്. പക്ഷേ ടെറുമോ കോർപ്പറേഷൻ അങ്ങനെ അല്ല അവരുടെ ഉദ്ദേശമെന്ന് 10 വർഷം കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ സാവകാശം ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ വിറ്റു. അപ്പം ഇത് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. എപ്പോഴും ഇത്ര സ്മൂത്തായിട്ട് നടക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഇറ്റ് അപ്പിയർ ദാറ്റ് ഈ എക്സിറ്റ് പ്രോസസ്സ് വളരെ സിമ്പിളായിരിക്കുമെന്നല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കേസിൽ ഞങ്ങൾ പല കാര്യങ്ങളും മുന്നിൽ കണ്ടതുകൊണ്ട് അതെല്ലാം വ്യവസ്ഥകളിൽ, എഗ്രിമെൻറ്റ്സിൽ അതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയി. അപ്പം ഇറ്റ് ഈസ് വൺ ഓഫ് ദി കേസസ് ഓഫ് എ സ്മോൾ സ്റ്റാർട്ടപ്പ്
കേരളത്തിൽ തുടങ്ങി എസ്റ്റാബ്ലിഷ്ഡായി 1000-ൽ പരം പേർക്ക് നല്ല വരുമാനം നൽകുന്ന ഒരു ഉപജീവന മാർഗം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ആ മേഖലയിൽ അതിനുള്ള ഒരു റെപ്യൂട്ടേഷൻ എന്താ പറയുക സമ്പാദിക്കാനും സാധിച്ചു. ആൻഡ് ഒരു വലിയ ലോകത്ത് തന്നെ ഇതിൽ ക്വാളിറ്റിക്ക് നമ്പർ 1 ആയിട്ടുള്ള ജാപ്പനീസ് ഒരു മൾട്ടിനാഷണൽ കമ്പനി വന്ന് അത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പം അവരുടെ ഭാവി ഭദ്രമാണെന്നുള്ള ഉറപ്പായതുകൊണ്ട് ഐ വാസ് വെരി ഹാപ്പി ടു എക്സിറ്റ്. താങ്ക് യു സർ, വെരി ഇൻസ്പയറിങ്. ഇന്നിപ്പം എനിക്ക് തോന്നുന്നു 10 years ബാക്ക് യോർ സ്റ്റോറി പോലെയോ VC സർക്കിൾ പോലത്തെ ഒന്നും മീഡിയ ഹൗസസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ഈ സ്റ്റോറി അധികം അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു എൻഡ് ടു എൻഡ് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഷിലൻ സർ, സോ ഒരു കമ്പനി എക്സിറ്റ് ചെയ്യുമ്പം മേജർലി 2 റൗട്ടാണ്. ഒന്ന് ഇപ്പം സാറ് പറഞ്ഞ പോലെ അക്വിസിഷൻ, രണ്ടാമത്തത് പബ്ലിക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ചെയ്തിട്ടുള്ള ഷിലൻ സാറിൻ്റെ ആ ഒരു സ്റ്റോറി, ആ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് രണ്ടല്ല ആക്ച്വലി 3. അപ്പം മൂന്നാമത്തെ ചെറുതാണ്, അപ്പോൾ ഞാനത് പറയുന്നില്ല. അപ്പോൾ ഒരു 3 എക്സിറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കമ്പനീൻ്റെ. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബാലഗോപാൽ സാറിൻ്റെ മാതിരി ഞാനൊരു ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു. ഐ വാസ് ഇൻ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആസ് എ സയൻറ്റിസ്റ്റ്. അതായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അത് വേണ്ടെന്ന് വെച്ച്. അപ്പം ഞാൻ ഇത് ആരടുത്തും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഐ ഡിഡ്ന്റ് ടെൽ മൈ ഇൻലോസ് ഐ ആം ക്വിറ്റിംഗ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദറിനോട് ഒരു മാസം എടുക്കാൻ മിണ്ടിയില്ല. എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളൂ. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് പോകാന്ന് പറഞ്ഞാൽ തന്നെ സൂയിസൈഡലാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് ഇത് ഞാൻ അമേരിക്കയിൽ പോയി ഒരു ചെറിയൊരു കമ്പനീൻ്റെ ഒരു സീനിയർ മാനേജറായിട്ട് ജോയിൻ ചെയ്ത് അതിൻ്റെ ഒരു CTO എന്ന് പറയും, ചീഫ് ടെക്നോളജി ഓഫീസറായിട്ട് അത് ജോയിൻ ചെയ്ത്. ഒരു ചെറിയ കമ്പനിയായിരുന്നു അത്. പിന്നെ എല്ലാം ഭാഗ്യമെല്ലാം ഉണ്ടായിരുന്നു, കുറേ ഭാഗ്യം ഫാക്ടർ ഉണ്ട്. ലക്കിലി വി വർ ഏബിൾ ടു സ്കെയിൽ ദാറ്റ് കമ്പനി. അപ്പം ഞാൻ ആ കമ്പനീൻ്റെ സ്കെയിലപ്പിൻ്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 6-7 കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട് ലോകത്തിലെ പല ഭാഗമായിട്ട്. ഫിൻലാൻഡ്, പോർച്ചുഗൽ, പിന്നെ അങ്ങനെ മെക്സിക്കോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഫൈനലി എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു IPOയിലേക്ക് പോകാൻ തീരുമാനിച്ച്. അതൊരു വലിയൊരു പ്രക്രിയയാണ്. കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സുമായിട്ട് ഇതും ഡീൽ ചെയ്യുന്നതും പിന്നെ അതേമാതിരി അവിടെ ലിസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ കുറേ ലീഗലായിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ആ ഒരു പ്രൊസീജിയർ വഴി അത് ലിസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി. കമ്പനീൻ്റെ വാല്യുവേഷൻ കമ്പനീൻ്റെ പേര് ആർബിട്രോൺ എന്നായിരുന്നു. അപ്പോൾ ആ കമ്പനീൻ്റെ വാല്യുവേഷൻ വാസ് അറൗണ്ട് $1.6 billion അതായിരുന്നു. മില്യൺ ആണോ ബില്യൺ ആണോ? ബില്യൺ. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇന്ത്യയിൽ വരാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ത്യയിൽ വന്ന് അപ്പം ഞാൻ വന്നേരം എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുമായിട്ട് ഞാൻ വർക്ക് ചെയ്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഈ മാധ്യമ ഗവേഷണം, അതായത് മീഡിയ അനാലിറ്റിക്സ്, എങ്ങനെയാണ് ആൾക്കാർ മീഡിയ കൺസ്യൂം ചെയ്യുന്നതെന്നുള്ള ഇതാണ്. അപ്പോൾ ആ സമയത്ത് മീഡിയൻ്റെ അകത്ത് തന്നെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. പണ്ട് മാധ്യമം എന്ന് പറഞ്ഞാൽ റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ഔട്ട്ഡോർ എങ്ങനെയാണ് ഇതെല്ലാം വേർട്ടിക്കലൈസ്ഡ് ആണ്. പിന്നെയാണ് ഈ കണ്ടന്റും ഡെലിവറിയും. ഇപ്പം എന്ന് പറഞ്ഞാൽ യു ക്രിയേറ്റ് ദ കണ്ടന്റ് ആൻഡ് യു ക്യാൻ യൂസ് മൾട്ടിപ്പിൾ ഡെലിവറി പ്ലാറ്റ്ഫോംസ്. ആ ഒരു പാരഡൈം ഷിഫ്റ്റ് വരുന്ന സമയത്താണ് ദാറ്റ് വാസ് എ വെരി ഡിസ്റപ്ഷൻ ഇൻ മീഡിയ. അപ്പോൾ ആ സമയത്താണ് അങ്ങനെയുള്ള മീഡിയൻ്റെ മെഷർമെൻറ്റിനുള്ള ഒരു കമ്പനി നമ്മൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. അതും ഇതേമാതിരി കുറച്ച് ഭാഗ്യമെല്ലാം ഉണ്ടായിരുന്നു. അതങ്ങനെ വളർന്ന് ആൻഡ് വി ഹാഡ് അറൗണ്ട് 500 എംപ്ലോയീസ് ഉണ്ടായിരുന്നു അത്. ഓക്കെ. അപ്പോൾ അതിങ്ങനെ സ്കെയിൽ ചെയ്ത് അത് ബാലഗോപാൽ സാർ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. മെയിൻ ചാലഞ്ച് വിച്ച് ഐ ഫോണ്ട് വാസ് ഗെറ്റിംഗ് ദ റൈറ്റ് പീപ്പിൾ. കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കമ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിന് കണക്കായ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വളരെ ഇതായിട്ട് കുറേ നമ്മൾ യുണീക്കായിട്ടുള്ള ഇത് വെച്ചിട്ടാണ് അവരെ കൊണ്ടുവന്നത് അവിടെ. പിന്നെ അവരെ റീറ്റെയിൻ ചെയ്യാനും. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് അതൊരു 2006 തുടങ്ങിയത്. അപ്പോൾ 2015 നമുക്ക് നല്ലൊരു ഓഫർ കിട്ടി. നീൽസൺ എന്ന് പറഞ്ഞ വേൾഡിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മീഡിയ റിസർച്ച് കമ്പനീസാണ്. അവർ നമ്മളെ എക്വയർ ചെയ്ത്. അപ്പോൾ അത് എക്വയർ ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഇറ്റ് വാസ് എ വെരി ഗുഡ് അക്വസിഷൻ ഇതായിട്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ടു ഗോ ത്രൂ ലോട്ട് ഓഫ് പേഴ്സണൽ അഫീൽ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനി തുടങ്ങിയാൽ അത് നമുക്ക് പേഴ്സണലായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് അങ്ങ് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഉറക്കൊന്നും കിട്ടില്ല. ഓക്കെ. ആൻഡ് ഐ ഡോണ്ട് ഹാവ് ദറ്റ് ഫീലിംഗ് ഉണ്ടാവും. കാര്യം ഒന്ന് ചെയ്ത അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവും. പക്ഷേ ദാറ്റ് വാസ് even though everything was good, but at the same time that emotional part of what you call that separation is a bit challenging. Okay. അപ്പം അതെല്ലാം കഴിഞ്ഞ് അപ്പം so this is a thing, and another thing is that there are so many variables, which is there. നമ്മൾ വിചാരിക്കാത്ത പല സംഭവം നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ വരും. ഓക്കെ. അപ്പം so these are the two scenarios which I gone through, and
what you call this one, an acquisition scale-up and an IPO. ഓക്കെ അഗെയിൻ വെരി ഇൻസ്പയറിംഗ് സ്റ്റോറി. അടുത്ത നമ്മൾ വേറൊരു തീമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇതിൽ സജി സാറിനെയും റിയാസ് സാറിനെയും കൂടെ കൊണ്ടുവരാനുള്ള ഒരു ഇതാണ്. അതായത് പലപ്പോഴും കേരളത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾ മില്യൺസും ബില്യൺസിൻ്റെ ഒക്കെ എക്സിറ്റിനെ പറ്റി ഇവിടെ സംസാരിച്ചു. പക്ഷേ നമ്മുടെ ഇപ്പം ഒരു എൻവയറമെൻറ്റിൽ അത് നമുക്ക് പോസിബിൾ ആയിട്ടില്ല. അതായത് ഇപ്പം ഞാൻ എഡ്യൂപോർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ CEO ആണ്. നമ്മളിപ്പോൾ ഒരു 400 എംപ്ലോയീസ് ആയി. ഇനി അടുത്ത ലെവൽ ഓഫ് സ്കെയിലിംഗിലേക്ക് പോകണമെങ്കിൽ വി ഹാവ് ടു മൂവ് അവർ ഹെഡ് ക്വാർട്ടേഴ്സ് ടു ബാംഗ്ലൂർ ഓർ നോയിഡ. ഇതൊരു ചാലഞ്ചാണ്. അപ്പോൾ ഇതിൽ സജി സാർ ഇപ്പം സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO കൂടെ ആയിരുന്നു. അപ്പം വാട്ട് ഈസ് ദ സൊല്യൂഷൻ ദർ? നമുക്ക് അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റർ ഒരു കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ നമുക്കതെങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു അതിന് 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് മൂവ് ചെയ്തിട്ട് നമ്മൾ ഒരു വ്യവസായ സംരംഭം എന്ന് പറയുമ്പോൾ അതും സ്റ്റാർട്ടപ്പുമായിട്ട് എന്താണ് വ്യത്യാസമെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഏത് വാല്യൂ ആഡിങ് എൻ്റർപ്രൈസിനെയും നമുക്കൊരു സംരംഭമായിട്ട് കരുതാൻ പറ്റും. അപ്പോൾ 4 തരത്തിൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഐ മിമിക് സംബഡി, അഡോപ്റ്റ്. അതായത് ഒരു ചെറിയ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ പോലും അതാണ് ചെയ്യുന്നത്. മറ്റൊരാൾ ഷോപ്പ് തുടങ്ങുന്നു, ഞാനും അടുത്തൊരു ഷോപ്പ് തുടങ്ങുന്നു. ഞാൻ എൻ്റെ ഷോപ്പ് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് അതിൽ കൂടുതൽ ഇപ്പോൾ വിൽപ്പന ഉണ്ടാവും. ദാറ്റ് ഈസ് ദ കോമൺ വേ ഓഫ് ഡൂയിങ്. അത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തുള്ള വലിയൊരു സംഘം MSMEകളും കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസുകളെല്ലാം ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ഏകദേശം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 63 കോടിയോളം എൻ്റർപ്രൈസ് ഉണ്ട്. അതിൽ മുഖ്യഭാഗം ചെയ്യുന്നത് ഇതാണ്. ഇനി അടുത്തത്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡോപ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ വേറൊരാൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നു, പക്ഷെ അതിൽ കുറേയേറെ മോഡിഫിക്കേഷൻ വരുത്തുന്നു, വേറൊരു മാർക്കറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നു. പക്ഷേ ഈ രണ്ടിലും നമുക്ക് ഫെയിലുവർ പ്രോബബിലിറ്റി കുറവാണ്. പക്ഷെ സക്സസ് വന്നാലും നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പക്ഷെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ പൈസ കിട്ടും എന്നുള്ളത് ഓൾമോസ്റ്റ് തീർച്ചയാണ്. എക്സാമ്പിളും കൂടെ ഓക്കെ, അതായത് നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുന്നു, ആ പ്രോഡക്റ്റിൽ ചെറിയ ഫ്രിൽസ് ആഡ് ചെയ്തിട്ട് വേറൊരു രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നു. അത് ഒരു അഡാപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മാർക്കറ്റ് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന പരിചിതമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വിൽക്കാൻ വലിയ വിഷമം ഉണ്ടാവില്ല. പക്ഷേ ഒരുപാട് പേര് ആ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. മാത്രമല്ല ഇവിടെ നമുക്ക് ഈ രണ്ടിലും കൂടുതലും നമുക്ക് കിട്ടുന്നത് ബാങ്കിൽ നിന്നുള്ള ലോണുകളും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുമായിരിക്കും. നമ്മുടെ MSME എന്ന് പറയുന്ന സെക്ടറിൽ ഒരു വലിയ ശതമാനം ഇങ്ങനെയാണ്. ഇതിൻ്റെ മൂന്നാമത്തെ ഘടകമാണ് ഇന്നവേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 2 പേരും ചെയ്തത് അതാണ്. ഇന്നവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രക്രിയയ്ക്ക് പകരം നൂതനമായ ഒരു ആശയം കൊണ്ടുവന്ന് അതിന് സോൾവ് ചെയ്യുന്നു. അത് ഇപ്പോൾ ശ്രീ ശിലൻ പറഞ്ഞതുപോലെ മീഡിയ എന്ന് പറയുന്ന ഒരു ഗ്രോ ചെയ്യുന്നൊരു സമയത്ത് ഒരു മീഡിയ അനലിറ്റിക്സ് കമ്പനി എന്ന് പറയുന്നത് നൂതനമായ ഒരു ആശയമാണ്. ഒരുപക്ഷെ ഇന്നവേഷൻ ചില സമയത്ത് ഇൻവെൻഷൻ്റെ പാർട്ടായിരിക്കും. ബാലഗോപാൽ സാർ ചെയ്തത് അതാണ്. അതായത് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന ഒരു ഇൻവെൻഷന്, അതൊരു ഇൻവെൻഷൻസ് പലപ്പോഴും വളരെ ഏർലി സ്റ്റേജിലായിരിക്കും. അതിനെ കൊമേഴ്ഷ്യൽ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ ചേഞ്ചുകൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഈ രണ്ടിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് പുതിയ മാർക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യണം, വലിയൊരു മാർക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യണം സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ. പക്ഷേ അതിന് സക്സസ്ഫുൾ ആവാനുള്ളൊരു ചാൻസ് മറ്റൊന്നും വീഴ്ച നോക്കിയാൽ കുറവായിരിക്കും. കാരണം മറ്റു രണ്ടും ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റാണ്, എളുപ്പത്തിൽ ഇറക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഊബർ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടാക്സിക്കാരെല്ലാവരും കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ വരുമോ എന്ന് നമുക്കറിയില്ല. വന്നു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുമോന്നും അറിയില്ല. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആയി. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ സാധാരണ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. അതായത് വിച്ച് ആക്ച്വലി ലുക്സ് അറ്റ് ഇന്നോവേഷൻ, വിച്ച് ആക്ച്വലി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അതിന് വളരെ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും. സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത മറ്റതുമായിട്ട് കമ്പയർ ചെയ്യാൻ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഐഡിയയുമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ സാധാരണത്തെ കൺവെൻഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും കൺവെൻഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. കാര്യം അവർ നോക്കുന്നത് ഇതുപോലെ വേറൊരാൾ ചെയ്തിട്ടുണ്ടോ എന്നായിരിക്കും ആദ്യം ചോദിക്കുന്നത്. ഇന്നോവേഷൻ്റെ ഇൻവെൻഷൻ്റെയും കാതലായ ഭാഗം എന്ന് പറഞ്ഞാൽ വേറൊരാൾ ചെയ്യാത്തത് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നേരത്തെ അശോക് പറഞ്ഞ പോലെ അത് പല തലത്തിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ തലത്തിൽ സർക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിനെയാണ് ഗ്രാൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. പുതിയ ആശയങ്ങളെ എപ്പോഴും ഒന്നുകിൽ സ്വന്തമായിട്ടുള്ള ഫ്രണ്ട്സ്, ഫാമിലി, ഫെയ്ത്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നതാവാം, അത് സ്വന്തമായിട്ട് കൊണ്ടുവരുന്നതാവാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഗ്രാൻറ്റുകളാവാം. കേരളത്തിലാണെങ്കിൽ സർക്കാർ 2 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള സർക്കാർ ഗ്രാൻറ്റുകളുണ്ട്. അതുകൂടാതെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളതാണ് ചെയ്യുന്നതെങ്കിൽ CSR ഫണ്ടുകൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏഞ്ചൽ ഫണ്ടുകൾ എന്ന് പറയുന്നവയാണ്. അതായത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇത് ഫെയിൽ ആയാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ കുറേ എണ്ണത്തിൽ ഇടുകയാണ്,
ഏതെങ്കിലും 1-2 സക്സസ്ഫുൾ ആയാൽ തന്നെ അതിൻ്റെ റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു 10-100 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു കമ്പനി വളരെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ വളരെ ഹയർ റിട്ടേൺ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ലാഭം മറ്റുള്ളതിനെ നെഗേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത് നേരത്തെ അവർക്ക് അറിയില്ല ഏത് കമ്പനിയാണ് സക്സസ്ഫുൾ ആവുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ വളരെ വലിയൊരു മാർക്കറ്റ് കാണിച്ചാൽ മാത്രമേ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ അടുത്ത സ്റ്റേജിലാണ് നമ്മൾ പറയുന്ന VCs വരുന്നത്. VCs വരുമ്പോഴേക്കും ഇതൊരു ട്രാക്ഷൻ ആയിട്ടുണ്ട്, അവിടെ സ്കെയിലപ്പിനുള്ള പൈസ ആവശ്യമുണ്ട്. ഇതാണ് ക്ലാസിക്കൽ സ്റ്റാർട്ടപ്പ് മോഡൽ എന്ന് പറയുന്നത്. ഈ 3ാമത്തെ സ്റ്റേജിൽ VCs തന്നെ വേണമെന്നില്ല. ബാലഗോപാൽ സാർ ചെയ്തതുപോലെ അതൊരു അക്വിസിഷനോ അല്ലെങ്കിൽ മെർജറോ ആവാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം വന്നിട്ട് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ ശിലൻ ചെയ്തതുപോലെ മാർക്കറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഓപ്ഷൻസ് ആണ്. പക്ഷെ ഇനി നമ്മുടെ സ്പെസിഫിക് ടു യുവർ ക്വസ്റ്റ്യൻ, നമ്മുടെ സ്കെയിലപ്പിൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് സാധാരണഗതിയിൽ ഒരുപക്ഷെ നമ്മളിന്ന് കാണുന്ന VCകളെക്കാളും എല്ലാം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഈ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നതാണോ. പെരിന്തൽമണ്ണ പോലെയോ മഞ്ചേരി പോലെയോ മലപ്പുറം പോലെയോ ഉള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് ഒരുപാട് വെൽത്ത് ഉണ്ട്. ഇതേപോലെയുള്ള വെൽത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ജോർഹട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെൽത്തിയുള്ള ആൾക്കാരിലാണ്. തൃശ്ശൂർ, കോട്ടയം, ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ ഇവരുടെ എല്ലാവരും അവർ സംരംഭം എന്ന് കാണുന്നത് ആദ്യത്തെ 2 സംരംഭങ്ങളാണ്. അതായത് അഡാപ്റ്റ് ഓർ അഡോപ്റ്റ് ആണ് കാണുന്നത്. കാര്യം റിസ്ക് കുറവായിട്ടുള്ള എന്നാൽ റിട്ടേൺ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ പലരും ചെയ്യുന്നത് പലതും ഒരു വളരെ റിസ്കി ആയിട്ടുള്ള വെഞ്ചേഴ്സേ അല്ല, ഒരു മീഡിയം റിസ്ക് ആയിട്ടുള്ള വെഞ്ചേഴ്സാണ് ചെയ്യുന്നത്. അത് പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ അവർ ഈ ആദ്യത്തെ 2 ഘടകത്തിലെയും റിട്ടേൺ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോഫിറ്റിന്റെ മാത്രമാണ്. പക്ഷെ പ്രോഫിറ്റ് റിട്ടേൺസേ അല്ല ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന റിട്ടേൺ കിട്ടുന്നത്. ഇപ്പോൾ ബാലഗോപാൽ സാർ നേരത്തെ സ്വെറ്റ് ഇക്വിറ്റിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഇട്ടതിന്റെ റിട്ടേൺ അദ്ദേഹത്തിന് കിട്ടിയ ശമ്പളമല്ല, മറിച്ച് അത് മറ്റൊരാൾക്ക് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റബിൾ ഉണ്ടല്ലോ, ആ പ്രോഫിറ്റാണ് നമുക്ക് വലിയ രീതിയിൽ കിട്ടുന്ന സാധ്യതയുള്ളത്. അത് ഒരു ലാർജർ VCs, ഇന്ന് നമ്മൾ കാണുന്ന VCകൾ 100 ടൈംസും 50 ടൈംസും ഒക്കെ എക്സ്പെക്ട് ചെയ്യും. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈലി റിസ്കി വെഞ്ചേഴ്സിലാണ്. അതേസമയം കേരളത്തിലെ കമ്പനികൾ അത്ര റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷന്റെ പഠനം അനുസരിച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 10 സ്റ്റാർട്ടപ്സ് കേരളത്തിൽ 7 to 8 സ്റ്റാർട്ടപ്പ് സക്സീഡ്സ്. നാഷണൽ ആവറേജ് ഈസ് അറൗണ്ട് 1 or 2. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല, 7 മുതൽ 8 വരെ സ്റ്റാർട്ടപ്പുകൾ സക്സീഡ് ചെയ്യും. പക്ഷെ അവർക്ക് അടുത്ത സ്കെയിലിൽ പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് കൺവെൻഷണൽ VCs കൊടുക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ഹ്യൂജ് ഗ്രോത്ത് സ്റ്റാർട്ടപ്പുകളാണ്. ഇവിടെയാണ് നമ്മളൊരു ഓൾട്ടർനേറ്റ് മോഡൽ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളത്. ഒരുപക്ഷെ ഇന്ന് ഇവിടെ സ്കെയിലപ്പ് എന്നുള്ള രീതിയിൽ പെരിന്തൽമണ്ണ പോലെയുള്ള സ്ഥലത്ത് ചെയ്യുന്ന കാര്യം അതാണ്. ഇവിടെയുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിൾ മീഡിയം റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും അത് ഒരു തലത്തിൽ ഒരു ലെവലിൽ എത്തുന്ന സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ട് യു സെഡ്, എഡ്യൂപോർട്ട് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് റിസ്ക് വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ ഇടുന്ന ഒരാൾ ആലോചിക്കേണ്ട കാര്യം, അയാൾക്ക് കിട്ടുന്ന റിട്ടേൺ എഡ്യൂപോർട്ടിന്റെ ലാഭത്തിന്റെ വിഹിതമല്ല, മറിച്ച് എഡ്യൂപോർട്ടിൽ ഇനി വരുന്ന ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ എത്ര വാല്യൂ കിട്ടുമോ അവിടെയാണ് റിട്ടേൺ കിട്ടേണ്ടത്. ഇത് പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലായിട്ടില്ല. കാര്യം അവർ ചെയ്തിട്ടുള്ള ബിസിനസ്സിലെല്ലാം അവർക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രമാണ്. ആ ബിസിനസ്സിനെ വിറ്റുകൊണ്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിന്റെ ഓണർഷിപ്പ് ഡൈല്യൂട്ട് ചെയ്തുള്ള ലാഭം പലപ്പോഴും നമ്മുടെ ഹൈ നെറ്റ്വർത്ത് ഗ്രൂപ്പിന്, എല്ലാവർക്കും അല്ല, കുറേയേറെ പേർക്ക് അത് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പോയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു എഡ്യൂക്കേഷനും ആ ഒരു മോഡലുമാണ് ശരിക്കും ഇതിന്റെ സൊല്യൂഷൻ. കാരണം നമുക്കറിയാവുന്ന പോലെ ഇന്ന് നമ്മൾ കാണുന്ന വളരെ $1 billion വാല്യുവേഷൻ യൂണിക്കോൺ എന്നൊക്കെ പറഞ്ഞ് 113 യൂണിക്കോൺസ് ഉണ്ട്. എത്ര യൂണിക്കോണുകൾ പ്രോഫിറ്റബിൾ ആണ്? എത്ര യൂണിക്കോണുകൾ ആക്ച്വലി പൈസ ഉണ്ടാക്കുന്നുണ്ട്? ദേ ആർ ഓൺലി ബേണിംഗ് മണി. കുറച്ചു കാലം കഴിയുമ്പോൾ അത് വേറൊന്ന് പിവറ്റ് ചെയ്ത് പോവുക എന്നുള്ള മാത്രമാണ്. പലപ്പോഴും പറയാറുള്ളത് ഒരു ഇൻവെസ്റ്റർ ആലോചിക്കുന്ന വേറൊരു ഇൻവെസ്റ്റർക്ക് വിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഐ ഓൾവേസ് ലുക്ക് അറ്റ് ക്യാൻ ഐ സെൽ ടു അനദർ പേഴ്സൺ സോർട്ട് ഓഫ് തിങ്. ആ ഒരു മോഡൽ കൊണ്ട് നമുക്ക് ഒരിക്കലും സസ്റ്റൈനബിൾ എന്റർപ്രൈസ് ഉണ്ടാക്കാൻ പറ്റില്ല. ചെന്നൈയെ കുറിച്ച് പറയാറുണ്ട്. അതായത് അവിടെ $1 billion ഉള്ള കമ്പനികൾ, 1 billion സെയിലുള്ള കമ്പനികൾ വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റേ വാങ്ങിച്ചുള്ളൂ. കാര്യം അവർ സ്ട്രോങ്ലി പോസിറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഉള്ളത്. ആ മോഡലായിരിക്കണം ഒരുപക്ഷെ കേരളം അഡോപ്റ്റ് ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനും കഴിയും. താങ്ക് യു.
സജി സാർ എപ്പോഴും പുതിയ മോഡൽസ് കൊണ്ടുവരുന്ന ഒരാളാണ്. ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും പ്രോജക്ട്സ് കൊണ്ടുവന്ന് റൺ ചെയ്യുന്ന. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സ്കെയിലപ്പിൻ്റെ CEO ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു സാധനം എടുത്തിട്ട് നമുക്ക് പെരിന്തൽമണ്ണ മലപ്പുറത്തിൽ നിന്ന് എങ്ങനെ ഒരു നല്ലൊരു VC നെറ്റ്വർക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരിത്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഞാൻ റിയാസ് സാറിനോട്. റിയാസ് സാർ സ്റ്റാർട്ടപ്പിലെ ഫണ്ടിങ്ങിൻ്റെ മാനേജറായിരുന്നു ഇതിനു മുമ്പ്. അപ്പം എന്താണ് ഈ HNIs-നെ കൺവിൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ജനറൽ ചാലഞ്ചസ്? ഇപ്പം നേരത്തെ ബാലഗോപാൽ സാർ ഒരു ഡിസ്കഷനിൽ പറഞ്ഞു BMWs അല്ലെങ്കിൽ ലക്ഷറി കാസൊക്കെ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അപ്പം വെൽത്ത് ഇവിടെ ഉണ്ട്, പക്ഷേ ഈ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ 1-2 ചാലഞ്ചസ് എന്താണ് നമുക്ക്? ഈ ഇപ്പം നേരത്തെ സജി സാറ് പറഞ്ഞത് വെച്ച് തുടങ്ങാം. ഈ ഒരു HNI കമ്മ്യൂണിറ്റി കേരളത്തിൽ ഏകദേശം 1.5 ലക്ഷത്തിലധികം കോടി രൂപ എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദാറ്റ് ഈസ് വൺ എലമെൻറ്റ്. ഇതിൽ തന്നെ വലിയൊരു വിഭാഗം ഈ മലബാർ റീജിയൻ എന്നുള്ളതാണ്. നാഗരാജ് പ്രകാശ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ഏഞ്ചൽ നെറ്റ്വർക്കിലൊക്കെ ചെയ്യുന്നവർക്കും കേരളത്തിലെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരെയും അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിലൂടെ മുഴുവൻ പോകുമ്പോൾ സാധാരണഗതിയിൽ കാണാത്ത പലയിടത്തും ഓഡിയുടെയും മറ്റതിൻ്റെയൊക്കെ ഷോറൂം കാണും. സോ ഹീസ് ഒബ്സർവേഷനർ ഓഡി അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു പണമുള്ള ഒരാളുണ്ട്. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ക്രിയേറ്റിംഗ് ഈ HNIയുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കൊണ്ടുവരാൻ നോക്കി. ദിസ് ഇസ് ഹീ ഡിഡ് എക്സ്പീരിയൻസ് ആൻഡ് ഹീ ക്രിയേറ്റഡ് നേറ്റീവ് ഏഞ്ചൽ നെറ്റ്വർക്ക്. ആൻഡ് ഷീലൻ ഓൾറെഡി took an active lead and doing an experiment. സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇരിക്കുന്ന സമയത്ത് വിത്ത് സജി സാർസ് ഗൈഡൻസ് വി വർ ട്രൈയിങ് ടു ടാപ്പ് ദിസ് കമ്മ്യൂണിറ്റി, HNI കമ്മ്യൂണിറ്റി, സംതിങ് സിമിലർ ടു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ. വി ഇനീഷ്യേറ്റഡ് കോൺസെപ്റ്റ് കോൾഡ് ഏഞ്ചൽ ഇൻക്യുബേറ്റർ. എങ്ങനെയാണ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വലിനെ ഒരു ഇൻവെസ്റ്റർ ആക്കി കൊണ്ടുവരിക എന്നുള്ള രീതിയിലേക്കുള്ള ഇതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ബാലഗോപാൽ സാറായാലും സജി സാറായാലും സൂചിപ്പിച്ച കാര്യമുണ്ട്. കേരളത്തിൽ ഒരുപാട് പണമുള്ള ആളുകളുണ്ട്, ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. ഇതിലെ ഒരു ചലഞ്ച് ഇവർക്ക് സ്റ്റാർട്ടപ്പ് സംഗതി ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ നടക്കുന്നത് റിയൽ എസ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ സ്വർണത്തിലേക്ക്. ഇതാണ് ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഗ്രൂപ്പിൽ മലപ്പുറത്തുകാരനായ ആൾ ഞാനെന്ന നിലയിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. പെരിന്തൽമണ്ണയിലായാലും മഞ്ചേരിയിലാണെങ്കിലും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് സ്വർണ്ണക്കടകളിലാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എളുപ്പം മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാൽ സ്റ്റാർട്ടപ്പിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് ആശയമായിട്ടൊക്കെ വരുമ്പോൾ ഇത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയാട്ടുക എന്നതിനപ്പുറത്തേക്ക് അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുക്കില്ല. ഈ മനസ്സിലാക്കുന്ന പ്രക്രിയയുണ്ടല്ലോ, ഈ എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് ഇതിലെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അത് എങ്ങനെ ചെയ്യുക? ഇവരെ ഇപ്പോൾ നേരത്തെ ഇന്നിവിടെ കുറച്ച് മുൻപൊക്കെ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സ് ഇതിൽ പലരും ഉണ്ട് ഇരിക്കുന്നത്, പല ഓൺട്രപ്രണേഴ്സും ഉണ്ട്. ഇവരൊക്കെ ഒരു 3 മണിക്കൂറിനകത്ത് ഒരു സ്ഥലത്തിരുത്തി ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ നോക്കിയാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ എവർ വർക്ക്. പക്ഷെ അതേസമയം നല്ല പണം ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എളുപ്പം മനസ്സിലാവും, ഇവിടെ ഇട്ട പണം മനസ്സിലാവും, ഇവിടെ ചെയ്യുന്നത്. സോ വാട്ട് വി നീഡ് ടു ഡു, ദിസ് ഇസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങോ പിന്നെ ഒരു ഡിന്നർ മീറ്റിങ്ങോ ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ പഠിച്ചുകൊള്ളും. ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരാൾ നേരത്തെ പറഞ്ഞ സക്സസ്ഫുള്ളായ ഒരു ഓൺട്രപ്രണർ പറയും 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഹി ഹാസ് ബിൽഡ് എ നെറ്റ്വർക്ക് ഓഫ് ട്രേഡിംഗ് ഷോറൂംസ്. അദ്ദേഹത്തിന് എളുപ്പം മനസ്സിലാവും 10 രൂപ ഇട്ടാൽ എവിടെ പോവും, എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊഡക്റ്റിനെ ഇന്നോവേറ്റ് ചെയ്ത് സ്കെയിൽ അപ്പ് ചെയ്യുന്ന സൊല്യൂഷൻസ് ചിലപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ ദാറ്റ് ഇസ് എ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ പഠിക്കുമ്പോൾ ഒരു വിശ്വാസം വരും. ആൻഡ് എസ്പെഷ്യലി മലബാറിൽ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആളുകളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരെന്തും ചെയ്യും. സോ ആ ഒരു എനിക്കറിയില്ല അത് എങ്ങനെ പറയുകയെന്ന്, പക്ഷെ അത് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ആ എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഒരു സ്ട്രക്ചേർഡ് IA മോഡലോ പിന്നെ IIT മോഡലോ ഒന്നും നടത്തിയാൽ അത് നടക്കുന്ന എനിക്ക് വിശ്വാസമില്ല. അതേസമയം സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണേഴ്സ് ഇപ്പം ഇവിടെ അനീഷ് വന്ന് പറയുന്നു, അനീഷിൻ്റെ കഥ പറഞ്ഞു, അനീഷിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കട്ടെ. അനീഷ് ആസ് എ
ക്ലാസിക് എക്സാമ്പിൾ. അനീഷിനെ പോലെ കുറേ പേര് ഈ തൊട്ടടുത്തൊക്കെ ഉണ്ട്, പലയിടത്തും പല രീതിയിലും. ചിലപ്പോൾ അവർ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കില്ല. ഹി മൈറ്റ് ബി ഡൂയിങ് എ ബ്രില്യൻ ജോബ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്. സോ അവർ വന്നിരുന്ന് സംസാരിക്കുക, ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ I think that ecosystem will emerge. And clearly let me make it one point. ബാലഗോപാൽ സാറും ശിരനും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭാഗ്യം എന്ന് പറഞ്ഞു കണ്ട ഒരു സാധനമുണ്ട്. ലെക്ക് എന്ന് കുറേ പറഞ്ഞു. ലെക്ക് ഈസ് വെയർ ഓപ്പർച്യൂണിറ്റി മീറ്റ്സ് വിത്ത് പ്രിപ്പയർഡ്നെസ്. നമ്മൾ നന്നായി തയ്യാറായിരിക്കുന്നത് എപ്പോഴെങ്കിലും ആയിരിക്കും ആ ഭാഗ്യം വരുന്നത്, ആ സമയത്ത് അടിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ. സോ ദാറ്റ് ഈസ് വാട്ട് പെരിന്തൽമണ്ണ നീഡ് ടു ഡു ഇറ്റ്. എനിക്ക് തോന്നുന്നു ഇതിനുള്ളൊരു ഫസ്റ്റ് ഇനീഷ്യേറ്റീവാണ് നജീബ് സാർ ഈ ഒരു സ്കെയിലപ്പ് എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റിൽ ഒരുപാട് സ്റ്റാർട്ടപ്സും അക്കാഡമീഷ്യൻസും ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരെയും ഒന്നിച്ച് കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരുപാട് എന്താ പറയുക HNI നെറ്റ്വർക്കും ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇവിടെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ലാസ്റ്റ് ഒരു തീമിലും കൂടെ പോയിട്ട് നമുക്ക് ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കാം. ഇപ്പം സജി സാറ് പറഞ്ഞ ഒരു തീം, അതായത് ഇവിടെയുള്ള ഓഡിയൻസിൽ പല ആൾക്കാരും വിചാരിക്കുന്നത് നമ്മളായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണം, നമ്മളായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കണം. അപ്പം ബാലഗോപാൽ സാറിൻ്റെ ഒരു സ്റ്റോറിയിൽ നിന്ന് ടെക്നോളജി വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് അത് കമേഴ്ഷ്യലൈസ് ആണ് ചെയ്തത്. അപ്പം ആ ഒരു തീമിൽ സാറിനൊന്ന് എംഫസൈസ് ചെയ്ത് ഡീപ്പ് ഡൈവ് ചെയ്യാൻ പറ്റുമോ? പല ആൾക്കാരെയും ഒരു മിസ്കൺസെപ്ഷനാണ്, ഞാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി ഭയങ്കര ഇന്നോവേറ്റീവ് സാധനം വന്നാലേ എനിക്കൊരു ഓൺടർപ്രൂണർ ആവാൻ പറ്റുള്ളൂ എന്നുള്ളത്. ആക്ച്വലി ഇപ്പം ഇതൊരു വലിയൊരു അവസരമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നാഷണൽ ലബോറട്ടറീസിലും R&D സെൻറ്റേഴ്സിലും ഒക്കെ നടക്കുന്ന ജോലി, അതിൽ നിന്നുണ്ടാവുന്ന കണ്ടുപിടുത്തങ്ങൾ, അതിൽ നിന്ന് പുറത്തു വരുന്ന സാങ്കേതിക വിദ്യകളെ പറ്റിയൊക്കെ നമുക്ക് അറിവില്ല. ബിക്കോസ് അവിടെ ഒരു വലിയൊരു ഒരു വീഴ്ചയുണ്ട്. അവരുടെ ഫെയിലിയറാണ്, ലാബ്സിൻ്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ അതിനുള്ളൊരു മെക്കാനിസമും ഇല്ലായിരുന്നു, ഒരു പ്ലാറ്റ്ഫോമും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. പിന്നെ പൊതുവേ ഉള്ള ഒരു ധാരണ, ഇന്ത്യൻ ലാബ്സിൽ വികസിപ്പിച്ചെടുക്കുന്ന ടെക്നോളജി അത്ര ഇഫക്റ്റീവ് ടെക്നോളജി ഒന്നും അല്ല. നമ്മൾ ഒരു യൂസ്ഫുൾ ടെക്നോളജി അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജി വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യേണ്ടി വരും. യു ഹാവ് ടു ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. അതും തെറ്റാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ദാറ്റ് നമ്മുടെ നാഷണൽ ലാബ്സിൽ നടക്കുന്ന റിസർച്ചും അതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ട്, റിസർച്ച് ഔട്ട്പുട്ട്, വെതർ എല്ലാം പേറ്റൻ്റ് ആയിട്ടോ ഒന്നും എൻഡ് ചെയ്യത്തില്ലായിരിക്കും, IP ആയിട്ട് എൻഡ് ചെയ്യത്തില്ലായിരിക്കും, ചിലപ്പോൾ പബ്ലിഷ് പേപ്പറായിട്ട് മാത്രം കിടക്കുമായിരിക്കും. പക്ഷേ ഇതിന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ ഒരു വാസനയുള്ള ചെറുപ്പക്കാരികളാരും നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാഷണൽ ലാബ്സിൽ ഒരു വിസിറ്റിന് പോവുക. ഗോ ഫോർ എ വിസിറ്റ് ടു ദി നാഷണൽ ലാബ്സിൽ ഒരു ഗ്രൂപ്പായിട്ട് പോയിട്ട്, ആൻഡ് നാഷണൽ ലാബ്സ് നിങ്ങൾ വെൽക്കം ചെയ്യും, സ്വാഗതം ചെയ്യും അവിടെ കാണുമ്പോൾ. അപ്പോൾ അവിടെ ചെന്നിട്ട് ജസ്റ്റ് വാക്ക് അറൗണ്ട് ദി ലാബ്സ് ആൻഡ് യു വിൽ ബി സർപ്രൈസ്ഡ് അറ്റ് ദി നമ്പർ ഓഫ് തിങ്സ് വിച്ച് ആർ ഹാപ്പനിങ് ദർ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതൊന്ന്. രണ്ടാമത്തത്, ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് മീൻ ജസ്റ്റ് യങ് സ്റ്റുഡൻസ് ആൻഡ് യങ്സ്റ്റേഴ്സ്. ഇവിടെ വ്യവസായം നടത്തുന്നവർ തന്നെ, ഒരു ചെറിയ മാനുഫാക്ചറിങ് വ്യവസായം നടത്തുന്ന ഒരാൾ ഈ മാതിരി ഇഫ് ഈ സെൻസ് അതിൽ കുറച്ച് ഫാക്ടറിയിൽ നിന്ന് 2-3 ടെക്നിക്കൽ ആൾക്കാരെ ഈ ലാബ്സൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വിട്ടാൽ, ആൻഡ് അതുപോലെ ലാബ്സിൽ നിന്നുള്ള ആൾക്കാർ ഈ ഫാക്ടറീസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ചില അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്യുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഇൻട്രാക്ഷനിൽ നിന്ന് തന്നെ വളരെ നല്ല റിസൾട്ട്സ് വിൽ സ്റ്റാർട്ട് ടു ഫ്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ കമ്പനി സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പല കാര്യങ്ങളും, ചെറിയൊരു ഐഡിയ ആയിട്ടുള്ള കാര്യം ഞങ്ങൾ ഈ റിസർച്ച് ലാബിൽ ആ മാതിരി ജോലി, ആ മാതിരി റിസർച്ച് വർക്ക് നടക്കുന്ന ലാബിൽ ചെന്ന് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും മിസ്റ്റർ ബാലഗോപാൽ വരുമെന്ന് പറഞ്ഞിട്ട് അവർ ഉടനെ അടുത്ത ലാബിലേക്ക് കൊണ്ടുപോയി കാണിച്ചു തരും. അവരതേ പണിയായിരിക്കും അവിടെ ചെയ്യുന്നത്. അപ്പം ഈ അനന്തമായിട്ടുള്ള പോസിബിലിറ്റീസ് അവിടെ കിടപ്പുണ്ട്. നമ്മളത് അറിയുന്നില്ല. നമ്മളെ അറിയിക്കാനായിട്ട് ആരുടെയും ജോലിയൊന്നുമില്ല. നമുക്ക് ആന്ത്രപ്രനറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നാൽ
എന്താണ്, എവിടെങ്കിലും ഒരു അവസരം ഉണ്ടെന്ന് മണത്തറിഞ്ഞാൽ അവിടെ ചെന്ന് വാതിൽ അടച്ച് കിടക്കുകയാണെങ്കിൽ അത് ഇടിച്ച് തുറന്ന് അകത്ത് കയറുന്ന ആളാണ് ആന്ത്രപ്രണർ. അല്ലാതെ ക്ഷണക്കത്തിന് വേണ്ടി താലപ്പൊലിയുമായിട്ടൊന്നും ആരും കാത്തിരിപ്പില്ല. നമ്മളവിടെ ചെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ദർ ഇസ് ട്രെമൻഡസ് പോസിബിലിറ്റി. ഈ ലാബ്സിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലും വികസിപ്പിച്ചെടുത്ത കമേർഷ്യൽ പോസിബിലിറ്റി ഉള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇറ്റ് ഈസ് അപ് ടു അസ് ടു ഗോ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇതൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സജി സാറിൻ്റെ ഫ്രണ്ട് നിർമാല്യ കുമാർ എന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂരിലുള്ള ഒരു പ്രൊഫസറാണ്. മൂപ്പർ ഇതിനെപ്പറ്റി ഹിഡൻ ഇന്നോവേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും ആൾക്കാരേറ്റവും ബോയിങ് 787 എന്ന് പറഞ്ഞ ഡ്രീം ലൈനർ വിമാനം ഇപ്പം ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, അപ്പം മൂപ്പർ അതിൽ പറയുന്ന ഒരു പോയിന്റ് അതാണ്. അതിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ആൻറ്റി എയർ കൊളീഷൻ സിസ്റ്റം, സീറോ വിസിബിലിറ്റി ലാൻഡിംഗ് സിസ്റ്റം, ഇത് രണ്ടും ഇന്ത്യയിൽ ഹൈദരാബാദിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത സിസ്റ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് R&D ലാബ്സും കാര്യങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടിപ്പിംഗ് പോയിന്റിലേക്ക് എത്താൻ പ്രോബ്ലി വിൽ ടേക്ക് 5 or 6 more years എന്നുള്ളതാണ് മൂപ്പരുടെ ഒരു ഹൈപ്പോത്തസിസ്. ഓക്കെ, ലാസ്റ്റ് ഒറ്റൊരു എല്ലാ പാനലിസ്റ്റിനും കൂടെ ഉള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ പൊതുവേ സ്റ്റാർട്ടപ്സ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ സിലിക്കൺ വാലിനെ പറ്റി പറയും, അല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ, നോയിഡ എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതൊരു പെരിന്തൽമണ്ണ വാലി, പി വാലി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ എന്താണ് ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, വൺ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ടു മൂവ് ഈ ഒരു കമ്മ്യൂണിറ്റീനെ നമ്മൾ ലോകത്തിൽ അറിയപ്പെടുന്നത്? ഇപ്പോൾ സിലിക്കൺ വാലി എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ പോയാൽ ആൾക്കാർ അറിയും. ഓക്കെ, അവിടെയാണ് ഏറ്റവും വലിയ ഇന്നോവേഷൻ. നമ്മൾ ഊബർ ആയിക്കോട്ടെ, വാട്സാപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇതെല്ലാം വന്നൊരു സ്ഥലം എന്ന് പറയുന്ന പോലെ പി വാലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരണമെങ്കിൽ വാട്ട് ഈസ് വൺ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്? വിൽ സ്റ്റാർട്ട് വിത്ത് അശോക് ആൻഡ് ദെൻ വിൽ കം. ബിഫോർ ദാറ്റ് എനിക്ക് ഒരു 2 പോയിന്റ്സും കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഒന്ന്, ഒരു MSME കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. അതിലൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലുള്ള ആൾക്കാർ, MSME റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ സ്റ്റാർട്ടപ്പുകൾ, ടെക്നോളജി സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹൗ ദേ കുഡ് അഡോപ്റ്റ് സം ഓഫ് ദ ടെക്നോളജീസ് ഓഫ് ദ സ്റ്റാർട്ടപ്സ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കാൻ ഈ പറയുന്ന MSME അല്ലെങ്കിൽ പൈസയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരും. ദാറ്റ്സ് വൺ പാർട്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ പെരിന്തൽമണ്ണേനെ എങ്ങനെ അവിടുന്ന് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു ആക്ടിവിറ്റി പറഞ്ഞല്ലോ. അപ്പം പ്രൈമർലി ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അതായത് എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ടു ബ്രാൻഡ് ഈ ഒരു സാധനം? പെരിന്തൽമണ്ണ വാലി ഒരു വേൾഡ് ക്ലാസ് ഇന്നോവേഷൻ ഹബ്ബായിട്ട് വരണമെങ്കിൽ അത് പോസിബിളി ഫണ്ടിങ് ആവാം, നെറ്റ്വർക്ക് ആവാം, ലാബ്സ് ആവാം, ടെക്നോളജി ആവാം. അപ്പം ഒരു ഇൻഗ്രീഡിയൻ്റ് എന്താണ്? വൺ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ദ സെൻസ്, പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇലോൺ മസ്കിനെ അറിയാം? ഇലോൺ മസ്ക്, സ്റ്റീവ് ജോബ്സ്, വിമൽ ഗോവിന്ദ്. Nobody knows about വിമൽ ഗോവിന്ദ്. സോ യു ജസ്റ്റ് ലുക്ക് അറൗണ്ട്. വിമൽ ഗോവിന്ദ് എന്ന് പറയുന്ന ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നൊരു കമ്പനി തുടങ്ങി വേൾഡ് എക്കണോമിക് ഫോറമിൽ വരെ പോയി ഒരു സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പായി തുടങ്ങി ഇപ്പോൾ 300 തൊട്ട് 400 ആൾക്കാരെ വരെ എംപ്ലോയ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അത് ഇവിടുന്ന് തന്നെ തുടങ്ങിയ സ്റ്റാർട്ടപ്പാണ്. സോ യു ഷുഡ് ലുക്ക് അറൗണ്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ വി ക്യാൻ സ്കെയിൽ ദാറ്റ്. ലുക്ക് അറൗണ്ട് യു, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഗെറ്റ് ഇൻസ്പയർഡ് എന്നുള്ളതാണ് ആ ഒരു വണ്ടി ഇൻഗ്രീഡിയൻറ്റ്. ബാലഗോപാൽ സർ, എൻ്റെ അഭിപ്രായത്തിൽ പെരിന്തൽമണ്ണ ഇങ്ങനെ ഒരു സംരംഭം സംഘടിപ്പിച്ചത് തന്നെ നല്ലൊരു ലക്ഷണമാണ്. ഞാൻ പറഞ്ഞു, ആക്ച്വലി ഈ ക്ഷണം സ്വീകരിക്കാനും കൊച്ചിയിൽ നിന്ന് കാർ ഓടിച്ച് ഇവിടം വരെ വന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഉടനെ തിരിച്ചു പോവുകയാണ് കൊച്ചിക്ക്. അപ്പോൾ ഇതിനായിട്ട് മാത്രം ഞാൻ പറഞ്ഞ ഇത്രയും ഇൻട്രസ്റ്റ് എടുത്ത് ഇത്രയും ഉത്സാഹത്തോടു കൂടി ഒരു സംരംഭകത്വ പ്രോത്സാഹന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടെന്നാണ് അത് തെളിയിക്കുന്നത്. അപ്പം നമ്പർ 1. നമ്പർ 2 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉടനെ ചെയ്യാവുന്നൊരു കാര്യം, ഇവിടുത്തെ പെരിന്തൽമണ്ണയിലുള്ള ഹൈസ്കൂൾ സ്റ്റുഡൻസിനെയും കോളേജ് സ്റ്റുഡൻസിനെയും ഇവിടെ തന്നെ അടുത്തുള്ള കമ്പനികളിലേക്ക് വിസിറ്റ്സിന് അയക്കുക. ഒരു സ്റ്റഡി ടൂർസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കുളു മണാലിക്ക് വിടുന്നതിന് പകരം എൻ്റെ അഭിപ്രായത്തിൽ പെരിന്തൽമണ്ണ ഒരു പുതിയ ഒരു വഴി ഇതിൽ എന്താ പറയുക തെളിയിക്കണം. അതായത് സ്റ്റഡി ടൂർസ് എല്ലാം ഇവിടെ അടുത്തുള്ള ഫാക്ടറീസും കമ്പനികളിലേക്കൊക്കെ വിട്ടാൽ
ആ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ദേ വിൽ ഗെറ്റ് അവരുടെ ഐഡിയാസ് മുഴുവൻ അവിടെ ഇങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യും. ആ ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ദം. അപ്പം എൻ്റെ സജഷൻ അതാണ്, ഈ സ്റ്റഡി ടൂവേഴ്സ് ഉടനെ തുടങ്ങുക, വലിയ ചിലവൊന്നുമില്ല. നജീബ് സാർ ഇവിടെ ഓൾറെഡി അതിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ യെസ്, അപ്പോൾ സ്കെയിലപ്പിൻ്റെ ഭാഗമായിട്ട് നജീബ് സാർ ആ റെക്കമെൻഡേഷൻ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. യെസ്, സജി സാർ. നമ്മൾ പണ്ട് കാലത്ത് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതായിരുന്നു നമ്മൾ എപ്പോഴും പറയുന്നത്. ആ ലോകം മാറി. ആ ലോകം മാറിയതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്തും. ഇന്നത്തെ ലോകത്ത് സക്സസ്ഫുൾ എന്ന് പറയുന്നത് ടാലൻറ്റ്, ഇന്നോവേഷൻ ആൻഡ് നെറ്റ്വർക്ക്. ദെൻ ഓൺലി കംസ് ദ ക്യാപിറ്റൽ. ഇതിൽ പെരിന്തൽമണ്ണയ്ക്കുള്ള സ്ട്രെങ്ത് ദേ ഓൾറെഡി ഹാവ് എ നെറ്റ്വർക്ക്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടാലൻറ്റ് ഒന്ന് ഷാർപ്പൺ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് പീപ്പിൾ ഹാവ് ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് സോൾവിങ് പ്രോബ്ലംസ് ഇൻ എൻ ഇന്നോവേറ്റീവ് മാനർ. ആ രണ്ട് കാര്യങ്ങളൂടെ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ആക്ച്വലി മേക്ക് എ വെരി ഡിഫറെൻറ്റ് മോഡൽ. ബിക്കോസ് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് ക്യാപിറ്റൽ കൊണ്ടുവരിക, ഇവിടത്തുള്ള ക്യാപിറ്റലിനെ കൊണ്ടുവരിക, ഈ ഇന്നോവേഷനും ടാലൻറ്റും കൂടെ ഒന്ന് ഷാർപ്പൺ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ വി വിൽ ആക്ച്വലി ബി ഏബിൾ ടു മേക്ക് എ ഡിഫറൻസ്. താങ്ക് യു സർ. ഷിലൻ സർ. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ MLA ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു MLA ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ദാറ്റ് ഇസ് ദ വാട്ട് യു കോൾ കീ ഡിഫറൻഷിയേറ്റർ. അപ്പോൾ ജനറലി ഇൻ മൈ എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ സിലിക്കൺ വാലി എടുത്താലോ അതൊരു 5-6 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ഹമമാറ്റ്സു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ജപ്പാനിൽ. അവിടെയാണ് ഈ ടൊയോട്ടയും പിന്നെ അതേമാതിരി സുസുക്കിയും ഇതെല്ലാം ഉണ്ടായ സ്ഥലം. അതേമാതിരി ഇപ്പം നോക്കിയാൽ ടെല്ലവീവ് എടുത്തു ഇസ്രായേലിൽ. അപ്പോൾ ഇവിടെ ബേസിക്കലി കുറച്ച് സാധനമുണ്ട്. അതായത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് വേർ യു ക്യാൻ ഗെറ്റ് ട്രാൻസ്ലേഷൻ റിസർച്ച്. അതായത് റിസർച്ചിന്, അതായത് പ്യുവർ റിസർച്ച് അല്ല, റിസർച്ചിന് ഇൻഡസ്ട്രി യൂസിനുള്ള ആ ട്രാൻസ്ലേഷനിലായിട്ടുള്ള സംഭവം നടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് വൺ പാർട്ട്. സെക്കൻഡ് വേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, അപ്പം ഇപ്പോൾ എല്ലാവരും സംസാരിച്ച മാതിരി ഈ സ്റ്റാർട്ടപ്പ് മൈൻഡ് സെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഇസ് അനദർ തിങ് വിച്ച് ഇസ് ഗോയിങ് ടു ആഡ്. അതർ തിങ് ഐ എം നോട്ട് ടോക്കിംഗ് ദ ഓർഡർ ബിക്കോസ് ഈച്ച് ഓഫ് ദീസ് തിങ്സ് ഇതെല്ലാം ഒരേ പ്രയോറിറ്റി ഉള്ള കാര്യമാണ്. പിന്നെ ടാലൻറ്റ്, ഈ കുട്ടികൾ, അതായത് ഇങ്ങനെയുള്ള എൻ്റർപ്രണർഷിപ്പ് ആയിട്ടുള്ള ചെയ്യുന്ന ടാലൻറ്റ് ഇത്. ഓക്കെ, പിന്നെ മൂന്നാമത് ഇതിൻ്റെ സപ്പോർട്ട് സർവീസ്, നാലാമത് ഇതിൻ്റെ സപ്പോർട്ട് സർവീസസ്. അതായത് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഇതെല്ലാം കൂടി കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഈ എൻ്റർപ്രണർഷിപ്പ്, അതായത് ഈ ഒരു സ്റ്റാർട്ടപ്പ് ടൈപ്പ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം ചെയ്യുന്ന ഇപ്പോൾ കണ്ണൂരിൽ, എൻ്റെ സ്വദേശം കണ്ണൂരാണ്. അപ്പം നമ്മൾ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മലപ്പുറംമാതിരി സിമിലർ ഏരിയ ആണ്. ആൾക്കാർ വെരി പാഷനേറ്റ് ആണ്. അപ്പം അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് അവിടെ ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ എന്നിട്ടൊരു മലബാർ റേഞ്ചിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഓക്കെ, അത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആ ഒരു റീജിയനിൽ എങ്ങനെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, എംപ്ലോയ്മെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള അത് ആലോചിച്ചിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്തവരെ മനസ്സിലായത് ഈ സ്റ്റാർട്ടപ്പ് ഉള്ള മോഡലാണ് ഇപ്പോഴത്തെ കാലത്ത്. ഇത് നമ്മളിപ്പോൾ ഒരു സർവീസ് ഇതല്ല ഒരു IT പാർക്കോ അങ്ങനെയെല്ലാം ചെയ്യുക, പക്ഷേ അതിൻ്റെ എല്ലാം കാലം കഴിഞ്ഞ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇന്നോവേഷൻ ബേസ്ഡുള്ള സാധനം ചെയ്യുക. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സാധനം ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അഡ്വക്കസി ആയിട്ട് നമ്മൾ ഈ മലബാർ റേഞ്ചിൽ നെറ്റ്വർക്ക് തുടങ്ങി. നമ്മൾ കേരളത്തിലുള്ള കുറേ സ്റ്റാർട്ടപ്പിൻ്റെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വി ആർ എൻ NGO. അപ്പോൾ നമ്മളൊരു NGO ആയിട്ട് ഫോർമാറ്റിലാണ്, Section 8 കമ്പനി ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ വി ആർ റെഡി ടു ഹെൽപ്പ് യു. നിങ്ങൾക്ക് അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാകണ്ടെങ്കിൽ അതിൻ്റെ ഹെൽപ്പ് വി വിൽ ഗിവ് ഇറ്റ് യു ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഓക്കെ, താങ്ക് യു. യെസ്. എനിക്ക് തോന്നിയിട്ടൊരു കാര്യം, ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്നുള്ള സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഒബ്സർവ് ചെയ്തില്ലേ, കേരളത്തിൻ്റെ ഗ്രോത്ത് കിടക്കുന്നത്, വളർച്ച എടുക്കുന്നത് മലബാറിൻ്റെ വളർച്ചയോട് കണക്ട് ചെയ്തിട്ടായിരിക്കും. പിന്നെ ഒന്നുള്ളത് സ്ത്രീകളുടെയുമായി വന്നിട്ടായിരിക്കും എന്നുള്ളത്. ഇതിന് രണ്ടിനും പറ്റിയ, പെരിന്തൽമണ്ണക്ക് പ്രത്യേകത ഒന്നുമില്ല, പക്ഷെ പെരിന്തൽമണ്ണ ഒരു മിനിയേച്ചറാണ്. ഇതിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന, സ്ഥാപിക്കുന്ന ഒരു സാധനമാണ്. ഇതിന് ചെയ്യാവുന്ന 1-2 ബിക്കോസ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുള്ളത് ഉള്ള ഒരു ജില്ല മലപ്പുറത്താണ്. പെരിന്തൽമണ്ണക്കാരെ മുഴുവൻ മാപ്പ് ചെയ്യുക, അതിലെ ഒരു നന്നായിട്ടൊരു 200-300 crore ടേൺ ഓവറുള്ള ആളുകളെ മുഴുവനാക്കിയ കണക്ട്, ക്രിയേറ്റ് എ നെറ്റ്വർക്ക്. അവർ കുട്ടികളുമായിട്ടുള്ള മെൻറ്റർഷിപ്പ് കൊടുക്കുക, കുട്ടികളായിട്ട് ഇൻ്ററാക്ട് ചെയ്യുക. ഇപ്പോൾ ടെക്നോളജി വെച്ചൊക്കെ ഇതൊക്കെ ഈസി ആയിട്ട് സാധ്യമായിട്ടുള്ള, ദാറ്റ് ഈസ് വൺ എലമെൻറ്റ്. സെക്കൻഡ് തിങ്, സജി സാറ് പറഞ്ഞ ഒരു പ്രധാനമാണ് നോളജ് ആയിരിക്കും. നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും ഡ്രൈവ് ചെയ്യാൻ പോകുന്നു. ബിസിനസ് മോഡലുകൾ മാറുകയാണ്, ഇന്നോവേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം തരത്തിലേക്കുള്ള ആളുകളായിട്ട് നമ്മുടെ ഇവിടുത്തെ ആളുകളെ മാറ്റിയെടുക്കുക.
ഒരു ടാലൻറ്റ് ആക്സലറേറ്റേഴ്സ് ഇവിടെ വരേണ്ടതുണ്ട്, കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട്. പിന്നെ പെരിന്തൽമണ്ണ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്, ബ്യൂട്ടി അത് ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്നതല്ല, കാരണം ഇത്രയധികം ഹോസ്പിറ്റലുകളുള്ള ഒരു നഗരം ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. ബിക്കോസ് ഐ ഡിഡ് എൻ എക്സ്പെരിമെൻറ്റ് ലോങ് ബാക്ക് വിത്ത് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഒരു ട്രെയിനിങ് സ്പേസ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ച ആളെന്ന നിലയിൽ ഇവിടെയൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല പണമുള്ള, ഒരിക്കലും പണം ചെലവഴിക്കാത്ത ആൾക്കാരാണ് ഇവർ. ഇവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക. ദിസ് ഇസ് ഒക്കെ ആൻഡ് ദീസ് ഹോസ്പിറ്റലുകളിലേക്ക് സ്റ്റാർട്ടപ്പുകളുടെ സൊല്യൂഷൻസ് എടുക്കാവുന്ന കുറേ സാധനങ്ങളുണ്ട്, അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. സോ ദാറ്റ് വിൽ മേക്ക് എ ഡൈനാമിക് കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടാകുന്ന. ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു സംഗതി ചെയ്യേണ്ടത്, ഗവൺമെൻറ് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റോട് സംസാരിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കോളേജിൽ തന്നെ മൾട്ടിപ്പിൾ സാധനങ്ങളുണ്ടാവും, സ്കൂളിൽ മൾട്ടിപ്പിൾ ഉണ്ടാവും, IEDC ഉണ്ടായിരിക്കും, YIP ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. വൈ കാണ്ട് യു ടേക്ക് എ ഇനീഷ്യേറ്റീവ് ടു കൺവെർജൻസ്? സ്റ്റുഡൻസിനെയും ഫാക്കൽറ്റിയോ ഐഡൻറ്റിഫൈ ദ കാറ്റലിസ്റ്റ്, ദ ചാമ്പ്യൻസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബ്രിങ് ടുഗദർ ആൻഡ് ഇവർ വഴി അവരോടൊന്നും പറയണ്ട, ഓരോരുത്തർക്കും അവരുടെ റിപ്പോർട്ട് അയച്ചു കൊടുത്താൽ മതി. പക്ഷേ നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു സംഗതി ചെയ്തുകൊണ്ട് ഇതിലെ കുട്ടികളെ പുറത്തുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക, മെൻറ്റർഷിപ്പിലേക്ക്, സാറ് പറഞ്ഞ ഒരു എക്സ്പോഷർ വിസിറ്റുകളാവട്ടെ, ഇവർക്കുള്ള എല്ലാവരോടും പറയുക, ഐഡിയ ഗ്രാൻഡ് കൊടുക്കുക. സ്റ്റാർട്ടപ്പ് മിഷൻ 3 ലക്ഷം കൊടുക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പെരിന്തൽമണ്ണക്കാർ ഈ ആൾക്കാരെ കൂടി വിചാരിച്ചാൽ 5 ലക്ഷം രൂപയൊക്കെ ഈസി ആയിട്ട് കൊടുക്കുക, ഒരു പ്രയാസമുള്ള കാര്യമില്ല. ദീസ് ആർ ദ സം ഓഫ് ദ സ്റ്റെപ്സ് ഒക്കെ. ദെൻ തിങ്സ് വിൽ ചേഞ്ച് ആൻഡ് കേരള വിൽ ഫോളോ ദ പെരിന്തൽമണ്ണ മോഡൽ. ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. താങ്ക് യു. ഇത് വളരെ നമ്മൾ ടൈം 10 മിനിറ്റ്സും കൂടെ ഉണ്ട്. അതിൽ ഓപ്പൺ അപ്പ് ദ ഫ്ലോർ. ഓഡിയൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഹാൻഡ് റേസ് ചെയ്യാം. ഓക്കെ, മൈക്കൊന്ന്. യെസ്. അപ്പം എനിക്ക് തോന്നുന്നു നജീബ് സർ, നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഈ സ്കെയിലപ്പിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ എല്ലാ പോയിന്റ്സും എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയർ ഇങ്ങനത്തെ ഒരു ഇവൻറ്റിൽ വരുമ്പം നമുക്കൊരു 1 or 2 സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന കമ്പനി പെരിന്തൽമണ്ണയിൽ നിന്ന് വരുമെന്ന് ഹോപ്പ് ചെയ്യുന്നു. യെസ്. എൻ്റെ പേര് സജാദ് യൂസഫ്, സ്റ്റാർട്ടപ്പ് ആസ്പയറിംഗ് വ്യക്തിയാണ്. പാഷനായിട്ട് എലോൺമസ് ഞാൻ ഫോളോ ചെയ്യുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഞാൻ ഒരു കൊല്ലമായിട്ട് ബൈജൂസിനെ നല്ല രീതിയിൽ ന്യൂസ് വായിക്കുന്നുണ്ട്. അപ്പം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ട വാർത്ത ബൈജൂസിനെ ഇറക്കി വിടുന്നു, അതാണ് കേട്ടത്. അപ്പം അതിനകത്ത് ബൈജൂസിന് പറ്റിപ്പോയ എന്തേലും എങ്ങായിട്ട് ആവർത്തിക്കാതിരിക്കാൻ എന്താണുള്ളത്? പിന്നെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറോദയുടെ CEO-യും കോ-ഫൗണ്ടറും ഓപ്പണയുടെ സാമാന്യമായിട്ടുമായിട്ട് ഒരു മീറ്റിംഗ് ബോഡ്കാസ്റ്റ് ആണ്. അപ്പം സെറോദയുടെ കോ-ഫൗണ്ടർ വെച്ച കാര്യം, സിലിക്കൺ വാലിയിലെ സ്റ്റുഡൻസിലെല്ലാം ഒരു ഓൺട്രപ്രണർഷിപ്പാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ തിരിച്ച് ഇന്ത്യൻ കേരള, ഇപ്പം ഞാൻ പഠിച്ച കോളേജാണെങ്കിലും ഫോക്കസ് ചെയ്യുന്ന പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പം എൻ്റെ പേരൻ്റ് ആണെങ്കിലും ഇലോൺ മസ്കിനെ പോയി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നും സ്റ്റാർട്ടപ്പ് അങ്ങനെയൊന്നും ടൈം തരില്ല. അപ്പം ഈ 2 ക്വസ്റ്റ്യൻസ്, അപ്പം അതിനെന്താണ് ഒരു ഡിഫറൻറ്റ് വരുന്നത്? ഓക്കെ ഓക്കെ, ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട്? ഇല്ല, എല്ലാവരും ഉണ്ട്. എനിക്കങ്ങനെ സ്പെസിഫിക് ആയിട്ട് എല്ലാവർക്കും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള സമയമില്ല. ഐ തിങ്ക് സജി സർ ആ ഒരു ബൈജൂസിന്റെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ സിറോദയായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. എന്തുകൊണ്ടാണ് സിറോദ ഈസ് ആക്ച്വലി ഡോണ്ട് ഹാവ് ദാറ്റ് ഇഷ്യൂ എന്നതും ബൈജൂസിന് എന്തുകൊണ്ടാണ് ആ ഇഷ്യൂ ഉള്ളതെന്നുള്ളത് ക്ലിയർ ആണ്. കാരണം പലപ്പോഴും നമ്മൾ ഇൻഫ്ലേറ്റഡ് വാല്യുവേഷൻ കൊണ്ടുവരാറുണ്ട്. ഒരു കൺവെൻഷണൽ VC വഴി ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ടോപ്പ് ലൈൻ കൂട്ടിക്കൊണ്ടേയിരിക്കും, അതായത് സെയിൽസ് കൂട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് നമ്മൾ അത് അത്രയധികം ശ്രദ്ധിക്കാറില്ല. മറിച്ച് കാരണം അവരുദ്ദേശിക്കുന്ന വേറൊരാൾക്ക് വിൽക്കുക എന്നുള്ളതാണ്. ആ പ്രോഫിറ്റബിലിറ്റി ഫോക്കസ് ചെയ്തില്ല എന്നതാണ് ബൈജൂസിന് പറ്റിയ ഒരു മേജർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അത് ഇപ്പോഴുള്ള പല സ്റ്റാർട്ടപ്പുകൾക്കും ഇതേ ഇഷ്യൂ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് എലിമെൻ്റ് ആയ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെയും ഒരു ചലഞ്ചാണ്. അതേസമയം സിറോദ അങ്ങനെയല്ല ചെയ്തത്. സിറോദ ആക്ച്വലി ഡേ 1 മുതൽ തന്നെ പ്രോഫിറ്റബിലിറ്റി എന്നുള്ള മോഡലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻ്റർപ്രൈസസ് എന്ന് പറയുന്നതിനകത്ത് ഗ്രോത്ത് വേണം, പക്ഷെ അതോടൊപ്പം തന്നെ വി നീഡ് ടു ഓൾസോ ഫോക്കസ് ഓൺ പ്രോഫിറ്റബിലിറ്റി. ദാറ്റ് ക്യാൻ ആക്ച്വലി ആൻസർ ദി ക്വസ്റ്റ്യൻ. ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് നമ്മളിവിടെ ഓൺട്രപ്രണർഷിപ്പ് ഇല്ല എന്ന്, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇതൊരു ശരിക്കും തെറ്റായ ധാരണയാണ്. കാരണം എന്നറിയോ, നിങ്ങൾ ഈ ന്യൂ ജനറേഷൻ ബാങ്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് 10 പ്രൈവറ്റ് ബാങ്ക്സ് എടുക്കുക, അതിൽ 8 ബാങ്കുകൾ കേരളത്തിൽ നിന്നാണ്. ഇന്ന്
ഇന്ത്യയിലെ ടോപ്പ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ എടുക്കുക, ടോപ്പ് ആയിട്ടുള്ള 5 എണ്ണം എടുക്കുകയാണെങ്കിൽ 4 എണ്ണം കേരളത്തിൽ നിന്നാണ്. ടോപ്പ് ആയിട്ടുള്ള ഫാഷൻ ബ്രാൻഡ്സ് എടുക്കുക, വേൾഡിലെ ടോപ്പ് 100 ബ്രാൻഡ്സിൽ 2 എണ്ണം കേരളത്തിൽ നിന്നാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ സാറിൻ്റെ ബുക്കുണ്ട്, അത് വായിച്ചു നോക്കണം. 50ഓളം ഒന്നുകിൽ കൺട്രിയിലെ നമ്പർ 1 അല്ലെങ്കിൽ ഏഷ്യയിലെ നമ്പർ 1 കമ്പനികളുണ്ട്. പക്ഷെ നമ്മളത് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ അശോക് ഒരു ചോദ്യം ചോദിച്ചു, വിമൽ ഗോവിന്ദ് ഇവിടെ നിന്ന് അധികം ദൂരമില്ല, തൃത്താലയ്ക്ക് അടുത്തുള്ള ഒരാളാണ്. വിമൽ ഗോവിന്ദിന്റെ കമ്പനി 5 കൊല്ലം കൊണ്ട് 200 കോടി രൂപയുടെ മൂല്യമുള്ള കമ്പനിയായി. പക്ഷെ നമ്മളത് പറയുന്നില്ല, ആ സ്റ്റോറീസ് നമ്മൾ പറയുന്നില്ല. അതാണ് നമുക്ക് വേണ്ടത്. വി ഹാവ് ഓൺടർപ്രണറിയൽ സ്പിരിറ്റ് ഇൻ us, ബട്ട് വി ഡോണ്ട് കീപ്പ് ഓൺ സെലിബ്രേറ്റിംഗ് ദാറ്റ്. നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ സ്കൂളിലും കോളേജിലൊക്കെ ചെയ്യേണ്ടി വരും. Where are questions? പറഞ്ഞതിലൊരു തെറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ വീട്ടിൽ ചെന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങണം അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് തുടങ്ങണം പറഞ്ഞാൽ അതിന് ടീച്ചറും പേരൻറ്റും ഇതാകത്തില്ല. അതാ ചോദിച്ചത്. അതിനകത്ത് ഇപ്പം സിലിക്കൺ വാലിയൊക്കെ ഞാൻ ആ സീരീസൊക്കെ കാണുമ്പം സ്റ്റീവ് ജോബ്സ് ആയാലും എലോൺ മസ്ക് ആയാലും എവറി പേഴ്സൺ ഈസ് ഷുഡ് ഫോളോ ദ ഇന്നോവേഷൻ. പക്ഷെ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻ്റ് ആണ് ഫോളോ ചെയ്യുന്ന ആ ഒരു ഇതേ പറഞ്ഞില്ല. IDC എൻ്റെ കോളേജിൽ പൂഞ്ഞാർ IHRD ആയിരുന്നു, ഞാൻ ഡ്രോപ്പ് ഔട്ടാണ്, സെൽഫ് ലേണിംഗ് ആണ്. ഇപ്പം ഫോളോ ചെയ്ത് പ്ലേസ്മെൻ്റ് ആയിരുന്നു. YIP IDC ഒന്നും അതില്ല, ഫോളോ ചെയ്യുന്നില്ല. ഞാൻ വെളിയിൽ നിന്നുള്ള ഒരു ഇൻസ്റ്റഗ്രാം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടിട്ടാണ് ഞാൻ YIPയിൽ ഫോളോ ചെയ്തത്. അതിനും വലിയ ചാൻസ് ഇല്ലായിരുന്നു. പക്ഷേ ആ ടൈം അല്ല, ഈ സിലിക്കൺ വാലിയിലും എല്ലാവരും ഒന്നും ഇതാണെന്ന് അർത്ഥമില്ല. അമേരിക്കയിലെ എല്ലാവരും ഓൺടർപ്രണർഷിപ്പ് ഒന്നല്ല ഫോളോ ചെയ്യുന്നത്. അവിടെയും വളരെ നമ്മൾ കാണുന്ന ഈ സക്സസ് സ്റ്റോറീസ് മാത്രമാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ടെന്നും എന്തുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ പേരൻസും ടീച്ചേഴ്സും അനുഭവിക്കാത്ത, അവർ വിചാരിക്കുന്നത് ഇത് ഭയങ്കര റിസ്ക്കിയാണ്, ഫെയിലുവർ പ്രോബബിലിറ്റി ആണ്. പക്ഷെ ആ ലോകം മാറി. കാര്യം അന്ന് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം കുറേ ലാൻഡ് വേണം, കുറേ പൈസ വേണം, ഇതൊക്കെ തുടങ്ങിയേ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഫെയിലായി കഴിഞ്ഞാൽ ഇതൊക്കെ നഷ്ടപ്പെടും. ഇന്ന് അങ്ങനെയല്ല. ആ ലോകം മാറിയ കാര്യത്തിൻ്റെ എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. അത് കൂടുതൽ നമ്മുടെ ചർച്ചയിൽ കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മാറിക്കോളും. സജി സാർ, എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ഒരു പേരൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതായത് ഒരു കോളേജിൽ നിന്നും ഇതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇപ്പം എൻ്റെ കമ്പനീൻ്റെ ഫൗണ്ടറായ അജാസ്, എനിക്കറിയില്ല ഇവിടെ ഉണ്ടോ അവരുടെ പേരൻസ് എന്ന്. മൂപ്പര് ഇപ്പം ഞങ്ങൾ 2 years ആയിട്ടും കഴിഞ്ഞൊരു 6 മാസം മുമ്പ് വരെ എല്ലാ മാസവും മൂപ്പരുടെ പേരൻറ്റ് PSC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യണം ഈ എക്സാം. അപ്പം അത് ബേസിക്കലി പേരൻസിന് ആ ഒരു കോൺഫിഡൻസ്. അപ്പം അവിടെയാണ് ഇപ്പം മനീഷിനെ പോലത്തെ സ്റ്റോറീസോ ഇങ്ങനെ സ്കെയിൽ ചെയ്ത ആൾക്കാരുടെ സ്റ്റോറീസ് പേരൻസിലേക്ക് എത്തേണ്ടത്. അതെനിക്ക് തോന്നുന്നു വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. സജി ഹാസ് ഗിവൻ, ഇപ്പം ഇന്നത്തെ കാലം മാറുന്നു, ചിന്താഗതികളെല്ലാം മാറുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ഒരു പ്രസക്തിയുള്ള കാര്യമാണ്. അപ്പം നമ്മളിവിടെ ആന്ത്രപ്രണർഷിപ്പ് ഉണ്ടാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? ഈ സംരംഭത്തിൻ്റെ തന്നെ അല്ല, ഈ ഒരു പരിപാടിയുടെ തന്നെ ഉദ്ദേശം സംരംഭകരും സംരംഭകത്വത്തിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. പക്ഷേ സംരംഭകത്വം എന്ന് പറയുന്നതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? നമ്മൾ തുടങ്ങുന്ന കാര്യം ചിലപ്പം ഫെയിൽ ചെയ്യും. റിസ്ക് ടേക്കിംഗ്. ആ റിസ്ക് എടുക്കാനും ആ ഫെയിലിയർ എന്ന് പറഞ്ഞ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പരാജയപ്പെട്ടാൽ എന്ത് പറ്റും? ലൈഫ് ഈസ് നോട്ട് എൻഡിങ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം ആലോചിക്കണം, അടുത്ത ഐഡിയ നമ്മൾ കൊണ്ടുവരണം. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതിലുള്ളൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ ഫെയിലിയറെ ഭയക്കാനാണ്. ഭയങ്കര ഒരു ഭയമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഫെയിലിയർ അല്ലേ? നമ്മുടെ ഇപ്പം ഒരു പരീക്ഷയിൽ നമ്മുടെ മാർക്ക് ഒരു 10% കുറഞ്ഞാൽ തന്നെ അറിയാമല്ലോ വീട്ടിലെ പ്രശ്നം എന്താണെന്നുണ്ടാകാൻ പോകുന്നത്. അപ്പം ഇങ്ങനത്തെ ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ആണ് വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് പീപ്പിൾ ഹു ആർ റിസ്ക് ടേക്കേഴ്സ്, ഹു ആർ വില്ലിങ് ടു ഫെയിൽ. ഇപ്പം ഈവൻ ഒരു സയൻറ്റിഫിക് റിസർച്ചിൽ തന്നെ പല ട്രയൽസ് കഴിഞ്ഞിട്ടാണ് ഒരു വിജയം കാണുന്നത്. പല പരാജയങ്ങൾ കഴിഞ്ഞിട്ടേ ഒരു വിജയം കാണാൻ പറ്റുള്ളൂ. ആദ്യത്തെ ട്രയലിൽ തന്നെ വിജയം ഉണ്ടാകുന്നത് ഒരു കംപ്ലീറ്റ് മിറക്കിളാണ്. അതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിപ്പിക്കാനും ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇറങ്ങാനും നമ്മുടെ സമൂഹത്തിൽ തന്നെ
ഈ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ഡിസ്ഗ്രേസ് അല്ല. അപ്പം ആരാണ് ഫെയിൽ ചെയ്യുന്നത്? എന്തെങ്കിലും ശ്രമിക്കുന്ന ഒരാളല്ലേ ഫെയിൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ഫെയിൽ ചെയ്യാതിരിക്കാനായിട്ടുള്ള ഇൻഷുറൻസ് എന്താണ്? ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി ഇരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫെയിൽ ചെയ്യില്ല. അപ്പം എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ തന്നെ, പക്ഷെ ആ മാറ്റം വരുന്നുണ്ട്, ആ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ചിന്താഗതി അല്ല പേരൻസിന് ഇന്ന്. അവരിപ്പം ഇറ്റ്സ് എ ലോകം തന്നെ മാറിയിരിക്കുന്നു. പക്ഷേ ദിസ് ഈസ് എ പ്രോബ്ലം. നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഈ പ്ലേസ്മെൻറ്റിന് ഈ പ്രാധാന്യം കൊടുക്കുന്നത് ആൻഡ് നോട്ട് ലുക്കിംഗ് അറ്റ് എൻകറേജിങ് പീപ്പിൾ ടു. അതിനാണ് ഈ ഇൻക്യുബേറ്റേഴ്സും ആക്സിലറേറ്റേഴ്സും അതുപോലത്തെ ഉള്ള പരിപാടികളൊക്കെ വന്ന് ഐ ഹോപ്പ് ദാറ്റ് ആ ഒരു കറക്റ്റ് അങ്ങനെ എങ്കിലും ഉണ്ടാവട്ടെ. താങ്ക് യു. ഞാൻ അതിലൊന്ന് ആഡ് ചെയ്തോട്ടെ. ഇതൊരു ഒരു തിയറട്ടിക്കലി റോങ് ആൻസർ ആണ്. എനിക്ക് എൻ്റെ കൂടെയുള്ള പാനലിസ്റ്റ് എഗ്രി ചെയ്യത്തുമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലും ടീച്ചേഴ്സും നിങ്ങൾക്ക് വളരെയധികം റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു ക്യാഷ് കൗ ഇവിടെ ഉണ്ടാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഐഡിയകളൊന്നും അല്ലാത്ത വളരെ സിമ്പിളായിട്ടൊരു കാര്യം പാരലായിട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ജനറേറ്റ് ഏറ്റവും സിമ്പിൾ അൽഗോ ട്രേഡിങ്. നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും റവന്യൂ കിട്ടും. ആ റവന്യൂ വീട്ടിൽ കാണിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒബ്ജക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു പാരലായിട്ട് ഒരു ക്യാഷ് കൗവിനെ കൈവച്ചിട്ട് നിങ്ങളുടെ ഡ്രീമിനെ ഫോളോ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ റെസിസ്റ്റൻസ് കുറയും. സർ, നമ്മളൊരു ഡിസ്ക്ലെയിമർ ഇതിൽ വെക്കണം. ആൽഗോ ട്രേഡിംഗ് ആൽഗോ ട്രേഡിംഗ് ഞാനൊരു എക്സാമ്പിൾ, ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞു നിർത്താം. IIMന്ന് എൻ്റെ 2 സ്റ്റുഡൻസ് വളരെ നല്ല പ്ലേസ്മെന്റ് കിട്ടിയതാണ്. അവർക്ക് ആ പ്ലേസ്മെന്റ് വേണ്ട. അവരുടെ ആഗ്രഹം കേരളത്തിലെ ഇതുണ്ടല്ലോ കോക്കനട്ട് ചിപ്സ് ലോകത്തിലെത്തിക്കുക, ബനാന ചിപ്സ് ലോകത്തിലെത്തിക്കുക എന്ന പോയിന്റിലാണ് അവർ തുടങ്ങിയത്. നാച്ചുറലി നിങ്ങൾ പറഞ്ഞ പോലെ അവരെ വീട്ടുകാർ സമ്മതിച്ചില്ല. അപ്പോൾ അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാതൃഭൂമിയോട് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടണമെന്നൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് കിട്ടിയ വരുമാനം ഒരു സൈഡിലുണ്ട്. ആ വരുമാനം കിട്ടിയപ്പോൾ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയില്ല. അവരുടെ ഈ വെഞ്ചർ ഫെയിൽ ആവുകയും ചെയ്തു. പക്ഷെ ദേ ഹാവ് മെയ്ഡ് സംതിങ് വെരി ബിഗ് ലേറ്റർ സംതിങ് എൽസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ക്യാഷ് കൗ കയ്യിലുണ്ടെങ്കിൽ വീട്ടുകാരുടെയും ടീച്ചേഴ്സിൻ്റെ ഒന്നും എതിർപ്പ് ഉണ്ടാവില്ല. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഒരു പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ഒരു കോഫി വെൻഡിങ് മെഷീൻ ഒരു ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇട്ടാൽ പോലും നിങ്ങൾക്ക് പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരുപാട് നമുക്ക് ക്യാഷ് കൗ ഐഡിയകൾ നമ്മുടെ ഉണ്ട്. അത് കൂടെ ചെയ്തു കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ തിയറിറ്റിക്കലി പറയും ഇതൊരിക്കലും ഒരൊന്നിലേ ഫോക്കസ് ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് ആൾക്കാർ വിചാരിക്കും സ്റ്റാർട്ടപ്പ് ഒന്ന് ഫെയിൽ ചെയ്താൽ വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ലാന്ന്. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഐ വിൽ ടെൽ യു വൈ. അതായത് ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇഫ് ഐ എം ഡൂയിങ് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനി ഉണ്ടെങ്കിൽ ഇഫ് ഐ എം ഹയറിങ് സം വൺ ഐ വിൽ ലുക്ക് അറ്റ് പീപ്പിൾ ഹു ആർ ഫെയിൽഡ് ഇൻ സ്റ്റാർട്ടപ്സ്. ബിക്കോസ് അവർക്ക് ആ ഫെയിലറിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഇല്ലേ, അത് നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി പോയാലോ കിട്ടൂല. സോ തിങ് ഈസ് ദാറ്റ് ഐ തിങ്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഈസ് ദർ. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇങ്ങനെ ഒരു ഫെയിലർ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സീറോ സം ഗെയിം. ഒരു കാര്യം കൂടെ, ഈ എഞ്ചിനീയറിംഗ് പഠിച്ച എത്ര പേർക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്, എത്ര പേർക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്? ഇഫ് യു ട്രൈ ടു ഡു സംതിങ് ഹാൻഡ്സ് ഓൺ, അതിൽ നിന്ന് അത് ഇവൻ ദോ ഇറ്റ്സ് ഫെയിൽ, നിങ്ങൾക്ക് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് സം ബിഗർ ജോബ് ഈസ് മച്ച് ഹയർ. അതും ഒന്ന് പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ദാറ്റ് വുഡ് ബി റിയലി ഗുഡ്. ഓൾസോ ദ ഗ്രാൻഡ് മണി വിച്ച് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, ദ സെൻട്രൽ ഗവൺമെന്റ്, അതൊക്കെ ഒരു റിസ്ക് ഫാക്ടറിനെ കുറയ്ക്കുന്ന ഘടകങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എടുക്കാം. കുറേ ഹാൻഡ്സ് ഞാൻ കണ്ടിരുന്നു. മൈക്ക് എവിടെയുള്ളത്? ഓക്കെ. ഹലോ, എൻ്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ 10 വർഷത്തിലേറെ ദുബായിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു സജഷനാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ NRI മണി വരുന്നത് കേരളത്തിലാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ NRI മണി വരുന്ന ഒരു ജില്ല മലപ്പുറം ജില്ലയാണെന്ന് ഞാൻ കരുതുന്നു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ NRI മണി ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള സ്റ്റാർട്ടപ്പ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള ഒരു സഹകരണം സർക്കാരിന് തുടങ്ങിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം എനിക്കിതുപോലെ അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ദുബായിലായിരിക്കുമ്പോൾ അവിടെ ഒരുപാട് എക്സിബിഷൻ, ഏകദേശം ഒരു 7 വർഷത്തിലേറെ അവിടെയുള്ള എക്സിബിഷനുകളെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. അന്ന് ഒരുപാട് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫണ്ടിങ്ങിനെ കുറിച്ച് ആരോടും ചോദിക്കുകയാണെങ്കിൽ 1 ലക്ഷം ഇട്ടാൽ എത്ര ശതമാനം പ്രോഫിറ്റ് തരാൻ കഴിയും എന്നുള്ള ചോദ്യമായിരുന്നു ആദ്യം വന്നിരുന്നത്. അപ്പോൾ സർക്കാരിന് ഇതിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു നടപടി ഇതിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ.
എനിക്ക് തോന്നുന്നു ഇതിന് സജി സാറിന് ഒരു കമ്മീഷനൊക്കെ ഫോം ചെയ്തിട്ട് ROI എത്ര കിട്ടും, റിസ്ക് ഇൻഡെക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു മ്യൂച്വൽ ഫണ്ടൊക്കെ പോലെ ഒരു പോർട്ട്ഫോളിയോ പ്രോബബ്ലി സ്റ്റാർട്ടപ്സിലും ഇവർക്ക് ചെയ്യാൻ പറ്റും. വളരെ ടെക് ലൈറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ ജനറലി പറയാം, ലോകത്തിൽ ഏത് ഇൻവെസ്റ്റ്മെന്റും റിസ്ക്കിയാണ്. നമ്മളിപ്പം ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ മാത്രമേ മറ്റേ നമ്മളതിന് ഫൈൻ പ്രിന്റ് നോക്കിയാൽ കവർ ചെയ്യുള്ളൂ. അപ്പോൾ 1.5 ലക്ഷത്തിൻ്റെ മേലെ ബാങ്ക് പൊളിഞ്ഞാൽ നിങ്ങൾ പാശ് പോകും. ഓക്കെ, സോ ദിസ് ഇസ് എ തിങ്. ഇപ്പം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇഫ് യു ലുക്ക് അറ്റ് ദ റിസ്ക് വേഴ്സസ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം, ഇത് ടിപ്പിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം അതിൻ്റേതായ പ്ലസും മൈനസും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഗോൾഡ്. അപ്പം പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റോക്ക്. അപ്പം മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ പറഞ്ഞാൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം പറയാന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോബ്ലി ഒരു 10 to 12% എടുക്കുക. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് കിട്ടുന്നതാണെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ഐ ആം പുട്ടിങ് ദിസ് തിങ് ഒരു 15% കിട്ടും. സ്റ്റാർട്ടപ്പിൻ്റെ എന്താന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇഫ് യു ഹാവ് എ ഗുഡ് പോർട്ട്ഫോളിയോ യു ക്യാൻ ഗെറ്റ് ഓൾമോസ്റ്റ് അറൌണ്ട് 30% ആനുവലൈസ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് ഞാൻ പറയുന്ന കണക്കല്ല, ഇത് ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏഞ്ചൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ഒരു 1000 സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജിൻ്റെ നമ്പറായത്. ഓക്കെ, അപ്പോൾ അനദർ തിങ് ഇസ് ദാറ്റ് ഗവൺമെൻറ്റിന് ഇതിനകത്ത് റോൾ ഉണ്ടോ? ഇൻ മൈ ഒപ്പീനിയൻ ഐ തിങ്ക് ദാറ്റ് ഗവൺമെൻറ് ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദിസ്. ഓക്കെ, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനം ഫെസിലിറ്റി ചെയ്യാനല്ലാണ്ട് ഗവൺമെൻറ് ഒരു കമ്പനി ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളമാരുടെ ആൾക്കാർ എന്ത് ചെയ്യണം, ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുത്തിട്ട് ആൻഡ് ദെൻ യു ഹാവ് ടു റൺ ഇറ്റ് വിത്ത് സപ്പോർട്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള അഡ്വക്കസി അതിനെല്ലാം ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് നടത്തുന്ന ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. യെസ്, ഐ തിങ്ക് വി ഹാവ് റൺ ഔട്ട് ഓഫ് ടൈം. 10 minutes ഓവർ റൺ ചെയ്തു. എനിവേസ് താങ്ക് യു സോ മച്ച് എല്ലാ പാനലിസ്റ്റിനും പെരിന്തൽമണ്ണയ്ക്ക് ഇത്രയും ഇൻഫർമേഷൻ കൊടുത്തതിന് സ്കെയിലപ്പിൻ്റെ സൈഡിൽ നിന്ന് താങ്ക് യു അറിയിക്കുന്നു.